ഹായ് മക്കളെ, ദേ മിസ് വന്നിട്ടുണ്ട് കേട്ടോ. 10th ബയോളജി സെക്കൻഡ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ എക്സാം ഒക്കെ അടുത്തല്ലോ, അപ്പോൾ നമുക്ക് ടൈം ഒട്ടും കളയാനില്ല. നേരെ മിസ് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് അടയ്ക്കാം കേട്ടോ. അപ്പോൾ ചാപ്റ്ററിന്റെ പേര് അറിയണ്ടേ? ചാപ്റ്റർ 2 പാത്ത് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ വഴികൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്ന സൂപ്പർ ബഗിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ഈ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഫസ്റ്റ് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി എന്താണ് ഹോസ്പിറ്റലിൽ പോയി, പനിയായിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്നാണ് പനി വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ കുട്ടി പറഞ്ഞു 3-4-5 ദിവസമൊക്കെ ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു പണി ചെയ്യാൻ ആൻറ്റിബയോട്ടിക് തരാമെന്ന് പറഞ്ഞിട്ട് ആൻറ്റിബയോട്ടിക് കൊടുത്തു. കുട്ടി അത് കഴിച്ചു, അത് മാറി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞപ്പോൾ അതേ അസുഖം തന്നെ വീണ്ടും വന്നു. പക്ഷേ ഈ ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് ആ കുട്ടിയുടെ അസുഖം മാറിയില്ല. അതായത് ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകളാണ് ഇന്ന് ഉള്ളത്. അപ്പോൾ അത്തരം ബാക്ടീരിയസിനാണ് നമ്മൾ സൂപ്പർ ബഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം, ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെയുള്ള പ്രതിരോധശേഷിയുള്ള ബാക്ടീരിയകളെയാണ് സൂപ്പർ ബഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ സൊസൈറ്റിയിലൊക്കെ കൂടുതൽ ഇപ്പോൾ സൂപ്പർ ബഗുകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാരണം മരുന്നുകളൊന്നും ഏൽക്കുന്നില്ല. നമുക്ക് തന്നെ അറിയാം, ഒരു അസുഖം വന്ന് നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞ് കുറച്ചാൾ കഴിയുമ്പോൾ എന്താ വീണ്ടും വരുന്നുണ്ട്. ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ട്യൂബർക്കുലോസിസ്, ക്ഷയം എന്ന് പറയുന്ന അസുഖത്തിനെ ബേസ് ചെയ്തിട്ടൊരു എക്സാമ്പിളാണ് കൊടുത്തത്. അപ്പോൾ ഇത്രയൊന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. സൂപ്പർ ബഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിബയോട്ടിക്കുകൾക്കെതിരെ പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയാസിനെ വിളിക്കുന്ന പേരാണ് എന്താ? സൂപ്പർ ബഗ് എന്ന് പറയുന്നത്. ഇത്തരം ഇത് വരാനുള്ള കാര്യം, അതായത് ഈ ആൻറ്റിബയോട്ടിക്സ് ഒന്നും ഏൽക്കാതിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മ്യൂട്ടേഷനിലൂടെ അവർക്ക് എന്താണ് പ്രതിരോധ ശേഷി ഉണ്ടാവുന്നു. അത് അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. നിങ്ങൾ കൊറോണയുടെ കേസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കൊറോണ എന്ന് പറയുന്നതിന് ആദ്യം വാക്സിൻ ഉണ്ടായിരുന്നു അല്ലേ? പിന്നീട് നമ്മൾ ആ വാക്സിനൊക്കെ എടുത്തതിന് ശേഷം പിന്നീട് 1 വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് ഒമിക്രോൺ എന്ന് പറയുന്ന വകഭേദം വന്നു. അത് വീണ്ടും നമുക്ക് വരാൻ തുടങ്ങി. കാര്യം എന്താണ്? കൊറോണ വൈറസിന് എന്താണ് വകഭേദം, അതായത് അതിന് മ്യൂട്ടേഷൻ സംഭവിച്ച് അതിൻ്റെ കുഞ്ഞുങ്ങൾ എന്താണ് ഈ പറയുന്ന വാക്സിൻസിനെതിരെ പ്രതിരോധ ശേഷിയുള്ളതായിരുന്നു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചുറ്റുമൊക്കെ നടക്കുന്ന. അപ്പം അത്തരം ബാക്ടീരിയാസിനെ വിളിക്കുന്ന പേരാണ് എന്താ? സൂപ്പർ ബഗ് എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ മെയിനായിട്ട് ചാപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാണ് എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് ജീവികൾ അവയുടെ പരിസ്ഥിതിയായ മാറ്റങ്ങളും അതുപോലെ പൊരുത്തപ്പെടുകയും അതിജീവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ആയിട്ടുള്ള ആ ഒരു സെല്ലിൽ നിന്ന്, നമ്മുടെ പ്രിമിറ്റീവ് സെല്ലിൽ നിന്ന് ഇന്ന് കാണുന്ന ആ ഒരു വൈവിധ്യത്തിലേക്ക് വരാനായിട്ട് ഒട്ടനവധി പ്രോസസ്സിലൂടെയാണ് ഇന്ന് കാണുന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം പ്രക്രിയയെക്കുറിച്ചുള്ള ഒരു എൻക്വയറി, അന്വേഷണങ്ങൾ എന്താണ്? പരിണാമശാസ്ത്രം അല്ലെങ്കിൽ എവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു സയൻസ് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്നതിന് ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു അടിത്തറ ഇടുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനായിട്ട് വിശദീകരണം കൊടുക്കാനായിട്ട് ഒരുപാട് സയൻറ്റിസ്റ്റുകളൊക്കെ വന്നു. ആൻഡ് ദ മെയിൻ സയൻറ്റിസ്റ്റ് ആണ് എന്താ? ലാമാർക്ക് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. പുള്ളിക്കാരൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ലാമാർക്കിസം, തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് ഓഫ് അക്വേർഡ് ക്യാരക്ടേഴ്സ്. ആർജിത സ്വഭാവങ്ങളുടെ പാരമ്പര്യ പ്രേഷണ സിദ്ധാന്തം എന്നാണ് അതിൻ്റെ മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ അതെന്താന്ന് പറയാം. അയക്കുമ്പോൾ നമ്മുടെ ഈ ലാമാർക്കിനെ കുറിച്ച് പഠിക്കണ്ടേ? ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് എന്നാണ് പുള്ളിക്കാരൻ്റെ ഫുൾ നെയിം വരുന്നത്. നല്ല ഫ്രീക്കനായിട്ടുള്ള മനുഷ്യനാണ്. മുടിയൊക്കെ കണ്ടില്ല, ഇങ്ങനെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് നമ്മുടെ എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമവുമായി ബന്ധപ്പെട്ട ആദ്യകാല ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. അതായത് എങ്ങനെയാണ് ഒരു ജീവിയിൽ നിന്ന് അടുത്ത ജീവിയിലേക്ക് ഈ പറയുന്ന വൈവിധ്യം ഉണ്ടായതിനെക്കുറിച്ച് ഒരുപാട് ഇങ്ങനെ ആൾക്കാർ തല പുകഞ്ഞ് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക് പറഞ്ഞു ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങ് വന്നു. എന്നിട്ട് എന്താണ്? പുള്ളിക്കാരൻ്റെ ആ തിയറിക്ക് ലാമാർക്കിസം എന്ന് പേരിട്ടു. ആ ലാമാർക്കിസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എക്സാമ്പിൾ ആയിട്ട് എടുത്തത് ജിറാഫിനെയാണ്. അതായത് ജിറാഫുകൾക്ക് ആദിമകാലത്ത് പൊക്കമുണ്ടായില്ല. കുഞ്ഞി ചെറുതായിരിക്കുന്ന ജിറാഫുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ട് അവരെന്താണ് ഈ പറഞ്ഞ പുല്ലൊക്കെ കഴിച്ച് അങ്ങനെ സുഖമായിട്ടൊക്കെ അങ്ങനെ ജീവിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുല്ലൊക്കെ തീർന്നു. അപ്പോൾ എന്താണ്? അവർ കുറച്ച് ഹൈറ്റുള്ള ചെടിയിലെ ഇലകൾ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ഇലയൊക്കെ കഴിച്ച് ജീവിച്ചപ്പോൾ ആ ഇലകളും തീർന്നു പോയി. അപ്പോൾ എന്താണ്? അവർക്ക് ഭക്ഷണം കിട്ടാനായിട്ട് കുറച്ചും കൂടി ഉയരമുള്ള ഇലകളെ അവർക്ക് പിടിക്കണമായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്ത് പയ്യെ ഇങ്ങനെ കഴുത്ത് നീട്ടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എന്താണ്? അപ്പോൾ അവർ ആ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ എടുത്തു. ആ സമയത്ത് കുറച്ച് ചെറുതായിട്ട് കഴുത്തങ്ങ് നീണ്ടട്ടോ. അതിനുശേഷം വീണ്ടും ആ ഇലകളും തീർന്നു. അപ്പോൾ എന്താണ്? ജിറാഫ് കുറച്ചും കൂടി ഇങ്ങനെ ഉയരത്തിൽ ഇങ്ങനെ കഴുത്ത് ഉയർത്തി പിടിച്ചിട്ട് എന്താണ് ഈ പറയുന്ന മുകളിലുള്ള ഇലകളെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ജിറാഫുകളുടെ കഴുത്തിന് നീളം വെച്ചേന്നാണ് നമ്മുടെ ലാമാർക്ക് ചേട്ടൻ പറയുന്നത്. നിങ്ങൾക്ക് ഇത് എന്ത് തോന്നി? ശരിയാണെന്ന് തോന്നിയോ? സംഭവം ശരിയൊക്കെ തന്നെയാണ്, എത്തിപ്പിടിക്കുന്നതൊക്കെ ഓക്കെയാണ്, അതൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷേ എന്നാലും എവിടെയൊക്കെ ഒരു ബെഡായി നമുക്ക് ഫീൽ ചെയ്തില്ലേടാ? അത് തന്നെയാണ് സയൻസ് ലോകവും പറഞ്ഞത്. സംഭവം ഈ പറഞ്ഞ പോലെ പൊക്കം വെച്ചെന്നൊക്കെ ഉള്ളത് പറഞ്ഞാൽ ഓക്കെയാണ്. പക്ഷേ എന്താണ്? അത് അടുത്ത തലമുറയിലേക്കൊന്നും കൈമാറ്റാനായിട്ട് പറ്റില്ല. അതായത് കൈമാറാൻ അടുത്ത നെക്സ്റ്റ് ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല എന്നതാണ് സയൻസ് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി മിസ് പറയാം. അതായത് ആദിമ ജിറാഫുകൾക്ക് ഉയരമുണ്ടായിരുന്നില്ല. ഒരു ഭക്ഷണത്തിനായിട്ട് കഴുത്ത് വലിച്ചാണ് അവരുടെ ജിറാഫുകളുടെ കഴുത്തിന്
ഉയരം വെക്കുകയും അതിനുശേഷം ഉയരമുള്ള ജിറാഫുകൾ ഉണ്ടാവുകയും ആ ഉയരമുള്ള ജിറാഫുകളുടെ കുട്ടികൾക്ക് ഇതുപോലെ ഉയരമുള്ള കഴുത്തുണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സയൻസ് ഇത് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? സംഭവം ഓക്കെ ഒക്കെ തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന അത് നമ്മുടെ അക്യോർഡ് ക്യാരക്ടേഴ്സ് ഒരിക്കലും നമ്മുടെ ജനറ്റിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ജനിതക ഘടനയിൽ മാറ്റം വരുത്തുന്നില്ല, അതൊരിക്കലും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ലാമാർക്കസിന്റെ തിയറിനെ അങ്ങ് തട്ടിക്കളഞ്ഞു. ഓക്കെ, അപ്പൊ അതാണ് കൊടുത്തിരിക്കുന്നത്. നിലത്ത് നിന്നുള്ള ആഹാരം സ്വീകരിക്കാനായിട്ട് നീളം കുറഞ്ഞ കഴുത്തുള്ള ജിറാഫുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഭക്ഷണ ദൗർബല്യം, ഞാൻ പറഞ്ഞില്ലേ പുല്ലുണ്ടായിരുന്നില്ലടാ, ആ പുല്ലില്ലാതിരുന്ന സമയത്ത് എന്താണോ ഈ പറയുന്ന ഉയരം കൂടിയ ഇലകൾക്കായിട്ട് കഴുത്ത് നീട്ടിയതിന്റെ ഫലമായി ജിറാഫിന് കഴുത്തിന് നീളം വെച്ചു. അങ്ങനെയാണ് പറയുന്നത്. ഇതെന്താണ്? ഈ ആർജിത സ്വഭാവങ്ങൾ എന്ത് ചെയ്തു? അതായത് അക്വേർഡ് ക്യാരക്ടേഴ്സ് വേർ ട്രാൻസ്മിറ്റഡ് ത്രൂ നെക്സ്റ്റ് ജനറേഷൻ. ഇത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടാണ് നമ്മുടെ ജിറാഫുകളുടെ കഴുത്തിന് നീളം വെച്ചെന്നാണ് ലാമാർക്ക് പറഞ്ഞത്. പക്ഷെ നമ്മുടെ സയൻസ് പറഞ്ഞത് എന്താണ്? സംഭവം ഈ പറയുന്ന അക്വേർഡ് ക്യാരക്ടേഴ്സ് ഒരിക്കലും അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആർജിത സ്വഭാവങ്ങളൊന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. കാരണം നമ്മുടെ ജനിതഘടനയിൽ ഇത് മാറ്റം വരുത്തുന്നില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അച്ഛൻ ഭയങ്കരമായിട്ട് എക്സസൈസ് ഒക്കെ ചെയ്ത് ജിമ്മിലൊക്കെ പോയിട്ട് നല്ല അടിപൊളി മസിലൊക്കെ ആയിട്ട് വന്നു. ആ അച്ഛനുണ്ടാവുന്ന കുട്ടി ജനിക്കുന്ന വഴി തന്നെ മസിലുള്ള കുട്ടിയായിരിക്കും? ഇല്ല. ആ കുട്ടിയും ജിമ്മിലൊക്കെ പോയാലാണ് ആ കുട്ടിക്ക് മസിൽ ഉണ്ടാവുന്നത്. അതല്ലാതെ ഇതൊന്നും എന്താണ് പാരമ്പര്യപരമായിട്ട് കൈമാറുന്ന ഒന്നല്ല. അതാണ് സംഭവം. അതായത് ലാമാർക്ക് പറഞ്ഞ പക്ഷെ എന്താണ്, അതായത് ഇങ്ങനെ ഉയരം വെച്ച് കഴുത്തിന് ഉയരം വെച്ചിട്ട് എന്താണ് ആ ഉയരമുള്ള ജിറാഫ് ഉണ്ടായി, അതിന് ജനിച്ച കുട്ടികൾക്കും എന്താണ് ഉയരമുള്ള കഴുത്തുണ്ടായെന്നാണ്. അപ്പൊ അത് സയൻസ് ലോകത്തിന് അത്ര ഡൈജസ്റ്റ് ആയില്ല. അപ്പൊ അതിന്റെ ന്യൂനത അത് തന്നെയാണ്. ഒരിക്കലും അക്വേർഡ് ക്യാരക്ടേഴ്സ് ഡു നോട്ട് ഇമ്പാക്ട് ചേഞ്ച് ഇൻ ദ ജനറ്റിക്കൽ സ്ട്രക്ചർ ഓഫ് ഓർഗാനിസം. ഒരിക്കലും ജീവികളുടെ ജനിതഘടനയിൽ മാറ്റം വരുത്തുന്നില്ല ഈ സ്വയാർജിത സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇതൊരിക്കലും പാരമ്പര്യപരമായിട്ട് കൈമാറുന്നില്ല എന്ന് പറഞ്ഞു. ആ സമയത്താണ് നമ്മുടെ സൂപ്പർ ഹീറോ ആയ ഡാർവിൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ എൻട്രി. പുള്ളിക്കാരന്റെ തിയറിയാണ് കേട്ടോ എവല്യൂഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാദർ ഓഫ് എവല്യൂഷൻ എന്ന് തന്നെ നമുക്ക് പറയാം ഡാർവിനെ. അതായത് നമ്മുടെ ഈ മോഡേൺ ആയിരിക്കുന്ന ഈ ഒരു എവല്യൂഷൻ തിയറിയിൽ ഈ പറയുന്ന അടിത്തറയിട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് ആരാ? നമ്മുടെ ഡാർവിൻ എന്ന് പറയുന്ന ഈ വ്യക്തി. പുള്ളിക്കാരൻ കൊണ്ടുവന്ന ആ ഒരു തിയറിയുടെ പേരാണ് നാച്ചുറൽ സെലക്ഷൻ അഥവാ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം, അല്ലെങ്കിൽ ഡാർവിനിസം എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ 1809 ഫെബ്രുവരി 12 ഇംഗ്ലണ്ടിലെ ഷൂസ്ബെറിയിലാണ് ചാൾസ് ഡാർവിൻ ജനിച്ചത്. സാധാരണ ശരാശരി ഒരു ആവറേജ് ആയിരിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം 10ാം ക്ലാസ് വരെയൊക്കെ എന്താണ് ഈ പറയുന്ന ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ പുള്ളിക്കാരൻ എന്താണ് പ്രകൃതിയോട് ഇത്തിരി ഇഷ്ടം കൂടുതലായിരുന്നു. അതായത് ഹി ഹാഡ് ഷോൺ ഇൻറ്റൻസ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റഡി ഓഫ് നേച്ചർ. പ്രകൃതി പഠനത്തിനായിട്ട് പുള്ളിക്കാരൻ അതീവ താല്പര്യം കാണിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ആ പുള്ളിക്കാരൻ്റെ 22ാമത്തെ വയസ്സിൽ ഒരു 5 വർഷത്തേക്ക് ഒരു ഭൂപട നിർമ്മാണത്തിനായിട്ട് ഒരു യാത്ര ആരംഭിച്ചു. അതിനതൊരു കപ്പലിലാണ് ആരംഭിച്ചത്. ആ കപ്പലിന്റെ പേര് മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ, HMS ബീഗിൾ ആണ്. പുള്ളിക്കാരൻ എങ്ങനെയാണ് ആ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടതെന്നൊക്കെ ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ വെറുതെ ഒന്നും അങ്ങനെ വിട്ട് കളയേണ്ട. HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പൽ കയറിയിട്ടാണ് ഈ 5 വർഷത്തെ യാത്ര തിരിച്ചത്. എങ്ങോട്ടേക്കാണ്? സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, ഗാലപ്പഗോസ്, ഇത്രയും സ്ഥലങ്ങളിലേക്കാണ് പുള്ളിക്കാരൻ. ഗാലപ്പഗോസ് ദ്വീപുകളിലേക്ക്, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, അമേരിക്ക, ഇത്രയും സ്ഥലങ്ങളിലേക്കാണ് ഡാർവിൻ എന്താണ് ഈ ഭൂപട നിർമ്മാണത്തിനായിട്ട്, മാപ്പ് നിർമ്മിക്കുന്നതിനായിട്ട് യാത്ര തിരിച്ചത്. കണ്ടോ, ഇതാണ് കേട്ടോ HMS ബീഗിൾ എന്ന് പറയുന്നത്. ഇതായത് നമ്മൾ വിചാരിക്കും ഇപ്പോഴത്തെ അടിപൊളി ടൈറ്റാനിക് ഒക്കെ പോലത്തെ കപ്പലായിരിക്കുന്നു. പക്ഷെ അല്ല, പണ്ട് എന്താണ് ഇത്രയും കപ്പലുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എന്താണ് അത് ഇന്നാണ് 1831 കേസാണ് പറയുന്നത്. അന്നൊന്നും ഈ പറയുന്ന ഈ ഒരു സെറ്റപ്പുള്ള കപ്പലുകളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ HMS ബീഗിൾ എന്ന് പറയുന്ന കപ്പലിൽ കയറിയിട്ട് ഇങ്ങോട്ടേക്കാണ് സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അതുപോലെ ഗാലപ്പഗോസ് എന്ന് പറയുന്ന ഐലൻഡിലേക്കാണ് ഇവർ യാത്ര തിരിച്ചത്. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭൂപടമൊക്കെ നിർമ്മിക്കാനൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ ഡാർവിൻ എന്താണ് നേച്ചറിനോട് ഇത്തിരി ഇഷ്ടമുള്ള ആളാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്ത് അവിടുത്തെ സസ്യങ്ങളും ജന്തുക്കളും അതുപോലെ അങ്ങനെയുള്ള ആ ഒരു വെറൈറ്റിയൊക്കെ പുള്ളിക്കാരൻ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും, പുള്ളിക്കാരൻ നമ്മുടെ പോലെയല്ല, ഇതെല്ലാം എന്താണ് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് ഒരു ബുക്കിൽ എന്താണ് എല്ലാം എഴുതി വെക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പുള്ളിക്കാരൻ 1831 അങ്ങോട്ടേക്ക് പോയത്. 36 എത്തിയപ്പോൾ എന്താണ് തിരിച്ച് 5 വർഷം കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇംഗ്ലണ്ടിൽ നിന്ന് പുള്ളിക്കാരൻ എന്താണ് ഈ പറയുന്ന ശേഖരിച്ച ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി വരികയും അവിടെ വെച്ച് ഡാർവിൻ ശേഖരിച്ചിട്ടുള്ള വസ്തുക്കൾ, നിരീക്ഷണ കുറിപ്പുകളൊക്കെ എന്താണ് പുള്ളിക്കാരൻ അങ്ങടെ ആഴത്തിൽ വിശകലനം ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ആ സമയത്ത് പുള്ളിക്കാരൻ അതിൽ നിന്നൊന്നും കിട്ടിയൊന്നുമില്ല. പുള്ളിക്കാരൻ എല്ലാം ഇങ്ങനെ നോട്ട് ചെയ്തൊക്കെ വെച്ചിരുന്നു. പക്ഷെ എന്താണ് ഒരു തിയറി, ഡാർവിനിസം അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണം എന്ന് പറയുന്ന ആ ഒരു തിയറിയിലേക്കൊന്നും പുള്ളിക്കാരൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് തോമസ് മാർത്തൂസ് എന്ന് പറയുന്ന ഒരു റഷ്യൻ
എക്കണോമിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ ഒരു ദിവസം പറയുകയുണ്ടായിരുന്നു, നമ്മുടെ ജനസംഖ്യ വളരെ അതിവേഗത്തിൽ വർദ്ധിക്കുകയാണ്, അതുകൊണ്ട് ഭക്ഷ്യോൽപാദനം അതിനനുസരിച്ച് വർദ്ധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ദാരിദ്ര്യം, രോഗം, അതുപോലെ തന്നെ യുദ്ധം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതെന്താണ് നമ്മുടെ ഈ പറയുന്ന ഡാർവിൻ കേട്ടു. ഡാർവിൻ എന്ത് ചെയ്തു, ഈ മാർത്തൂസിന്റെ ഈ ഒരു പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ ഈ ചിന്ത എന്താണ് പുള്ളിക്കാരനെ എഴുതി വെച്ച നോട്ടായിട്ട് കണക്ട് ചെയ്തപ്പോൾ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. അത് മാത്രമല്ല കേട്ടോ, ആൽഫ്രഡ് എന്ന് പറയുന്ന ഈ ഒരു എന്താണ് നാച്ചുറലിസ്റ്റ്, പുള്ളിക്കാരൻ്റെയും എന്താണ് കുറച്ച് തിയറീസും പുള്ളിക്കാരൻ നോട്ടീസ് ചെയ്യും. അത് എന്താണ് പുള്ളിക്കാരൻ്റെ ആ കണ്ടെത്തി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അതിനോടൊപ്പം എന്താണ് പുള്ളിക്കാരൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് കമ്പയർ ഒക്കെ ചെയ്തിട്ട് എന്ത് ചെയ്ത് പുള്ളിക്കാരൻ എന്തിലേക്ക് എത്തി, നമ്മുടെ ഈ പറയുന്ന ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ബുക്ക് 1859 പുള്ളിക്കാരൻ പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഈ ബുക്കിൻ്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം, കാരണം ഇത് ചോദിക്കാറുണ്ട്. ഏതാണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്, ഡാർവിൻ എഴുതിയ ബുക്ക് ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. ഡാർവിൻ്റെ തിയറി ഏതാണ്, നാച്ചുറൽ സെലക്ഷൻ ആണ്. നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കേസാണ് കേട്ടോ. ഈ ഡാർവിൻ എഴുതിയ ബുക്ക് ഏതാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഡാർവിനിസം അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണ സിദ്ധാന്തം എന്നൊക്കെ എഴുതി വെക്കും. പക്ഷെ അതല്ല, എന്താണ് ബുക്ക് ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണ്. തിയറി ചോദിക്കുമ്പോഴാണ് അത് എഴുതേണ്ടത് കേട്ടോ. അങ്ങനെ പുള്ളിക്കാരൻ എന്താണ്, അന്ന് അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളെല്ലാം അന്നത്തെ സമൂഹം ശക്തമായി എതിർത്തെങ്കിലും കൂടുതൽ തെളിവുകൾ വന്നതോടുകൂടി നമ്മുടെ ഡാർവിൻ്റെ ഈ പറയുന്ന ആ ഒരു പരിണാമ സിദ്ധാന്തം അല്ലെങ്കിൽ ഡാർവിനിസം അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ എന്താണ് ഇത്രയും കൂടി സ്വീകാര്യത കിട്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ആ ബുക്ക് കേട്ടോ. ഇനി ഈ ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം ലോകത്തെ ഏറെ സ്വാധീനിച്ച ശാസ്ത്രങ്ങളിൽ ഒന്നാണ്. ഇതെന്താണ് ജീവശാസ്ത്രത്തിനപ്പുറം, വൈദ്യശാസ്ത്രത്തിനപ്പുറം, ഒപ്പം കൃഷി, പരിസ്ഥിതി പ്രശ്നങ്ങൾ, ശാസ്ത്രം തുടങ്ങിയ മേഖലകളെല്ലാം ഈ സിദ്ധാന്തത്തിന് എന്താണ് പ്രയോഗ സാധ്യതകൾ ഏറെയുണ്ട്. അപ്പോൾ ഈ സിദ്ധാന്തം എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡാർവിൻ ചേട്ടൻ കേട്ടോ. ഡാർവിൻ ചേട്ടൻ നമ്മൾ പറഞ്ഞിരുന്ന HMS ബീഗിൾ വഴി 5 വർഷത്തെ ഭൂപട നിർമ്മാണത്തിനായിട്ട് സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അതുപോലെ തന്നെ എങ്ങോട്ടേക്കാണ് ഗാലപ്പഗോസ് ദ്വീപിലേക്കാണ് യാത്ര തിരിച്ചത്. ഈ ഗാലപ്പഗോസ് ദ്വീപിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ അവിടുത്തെ കുരുവികളെ കാണാനിടയായി. കുരുവികൾ എന്ന് പറഞ്ഞാൽ ഫിഞ്ചസ്. ഈ ഫിഞ്ചസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ പലതരത്തിലെ വെറൈറ്റി ചുണ്ടുകൾ, അതായത് ബീക്കുകളുള്ള എന്താണ് ഈ പറയുന്ന ഫിഞ്ചസിനെയാണ്, കുരുവികളെയാണ് കണ്ടത്. അപ്പോൾ ഈ ഡാർവിൻ ചിന്തിച്ചു, ഇത് പൂർവികൻ ഒരെണ്ണമായിരിക്കും ഉണ്ടായിരിക്കുന്നത്, പക്ഷെ പലതരത്തിലുള്ള കുരുവികളുടെ ചുണ്ടുകളാണുള്ളത്. അത് എന്തായിരിക്കും കാരണം? അതാണ് പുള്ളിക്കാരനെ ഏറെ സ്വാധീനിച്ചൊരു ഘടകം എന്ന് പറയുന്നത്. അതായത് ചില കുരുവികളുടെ കൂർത്തതായിരുന്നു, ചില കുരുവികളുടെ അതൊരു നീള ടൈപ്പായിരുന്നു, ചിലത് ചെറുതായിരുന്നു, ചിലത് വളരെ നേരിയതായിരുന്നു. അത്തരം തരത്തിലുള്ള ഫിഞ്ചസ്, അത് കുരുവികളുടെ ചുണ്ടുകൾ, ബീക്കുകളാണ് പുള്ളിക്കാരൻ നോട്ടീസ് ചെയ്തത്. ഇതിൽ നിന്നിട്ട് പുള്ളിക്കാരൻ എന്താണ് ഈ പറയുന്ന പ്രകൃതി നിർദ്ധാരണം, നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്ന ആ ഒരു തിയറിയിലേക്ക് എത്തി. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരിണാമ ആശയം ആവിഷ്കരിക്കുന്നതിന് ചാൾസ് ഡാർവിനെ സ്വാധീനിച്ചത് ഈ പറയുന്ന ഗാലപ്പഗോസ് ദ്വീപിൽ കണ്ട കുരുവികളുടെ കൊക്കിൻ്റെ, ബീക്കിൻ്റെ ആ ഒരു ഡിഫറൻസ് കൊണ്ടായിരുന്നു. ഓക്കെ, അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാലപ്പഗോസ് ദ്വീപിൽ 14,000-ഓളം 14 ഡിഫറെൻറ്റ് സ്പീഷീസ് ഫിഞ്ചസിനെ എന്താണ് 14,000-ഓളം ഫിഞ്ചസിനെ, കുരുവികളെ പുള്ളിക്കാരൻ കണ്ടു. അതിലൊക്കെ എന്താണ്, ചിലത് നിലത്ത് വസിച്ച വിത്ത് കഴിക്കുന്നതായിരുന്നു, ചിലത് കള്ളിമുൾ ചെടി വസിച്ച് വിത്ത് ഭക്ഷിക്കുന്നതായിരുന്നു, ചിലത് മരത്തിൽ വസിച്ചിട്ട് പ്രാണികളെ ഭക്ഷിക്കുന്നു. എല്ലാവരുടെയും ഭക്ഷണ രീതികൾ വ്യത്യസ്തമാണ്. ഈ ഭക്ഷണ രീതികളുടെ വ്യത്യസ്തത ആണ് അവരുടെ ബീക്ക്, അതായത് ചുണ്ടുകളുടെ വ്യത്യസ്തതയ്ക്കും കാരണമായത്. അതായത് ഈ സ്പീഷീസുകൾ പൊതുവായി കാണിക്കുന്ന മുഖ്യ വ്യത്യാസം അവയുടെ കൊക്കിന്റെ ആകൃതിയിലും വലിപ്പത്തിലായിരുന്നു. ഇടത്തരം വലിപ്പമുള്ള വിത്തുകൾ കഴിക്കുന്ന കുരുവികളുടെ കൊക്കുകൾ ഉണ്ടായിരുന്നു, അതുപോലെ വലിയ വിത്തുകൾ കഴിക്കുന്ന കുരുവികളുടെ കൊക്കുകൾ ഉണ്ടായിരുന്നു. പ്രാണികളെ തിന്നുന്ന കുരുവികളുടെ കൊക്കുകളൊക്കെ എന്താണ് പരസ്പരം വ്യത്യാസമായിരുന്നു. പരിസ്ഥിതിയിലെ ഭക്ഷ്യസ്രോതസ്സിലും ലഭ്യതയ്ക്കനുസരിച്ച് അനുയോജ്യമായിട്ടുള്ള ആകൃതിയോ വലിപ്പമോ ഈ 252 കൊക്കുകളുള്ള കുരുവികൾ അതിജീവിക്കുകയും കൂടുതൽ തലമുറയിലേക്ക് അത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതായത് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്, പണ്ട് ഈ പറയുന്ന ഗാലപ്പഗോസ് ദ്വീപിൽ ഒരു ഫ്ലഡ് വന്നു, ഒരു വെള്ളപ്പൊക്കം വന്നെന്നാണ് പറയുന്നത്. ഈ വെള്ളപ്പൊക്കം വന്ന സമയത്ത്, അതായത് ഗാലപ്പഗോസ് എന്ന് വെച്ചാൽ ഒരുപാട് ദ്വീപുകളിലുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ ഈ പറയുന്ന ആ ഫ്ലഡ് വന്ന ഈ ഒരു ഐലൻഡിൽ നിന്നിട്ട് അവരെന്ത് ചെയ്തു, കുരുവികൾ പല ദ്വീപിലേക്കായിട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്താണ് അവിടുത്തെ ഭക്ഷണം എന്താണോ അതിനോടനുസരിച്ച് അവർ വളരാൻ ശ്രമിച്ചു. അതിനകത്ത് ചില ആൾക്കാരിൽ ചില ഈ പറയുന്ന ചുണ്ടുകളിലെ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ കള്ളിമുൾ ചെടി കഴിക്കുന്ന ആ കുരുവികളിൽ എന്താണ് ആ ഒരു വളവുള്ള ഒരു ബീക്കുകളായിരുന്നു, എന്താണ് ചുണ്ടുകളായിരുന്നു. അങ്ങനെയുള്ള കുരുവികൾ എന്താണ് അവിടെ സർവൈവ് ചെയ്യുക, അവിടെ അതിജീവിക്കുകയും പിന്നെ അവർക്കുണ്ടായിരുന്ന കുട്ടികൾക്ക് അങ്ങനത്തെ ആ കുരുവികൾക്ക് അങ്ങനത്തെ കൊക്കുള്ളവയുള്ളതായിട്ടാണ് അവർ ജനിച്ചത്. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് ഓരോരോ ഐലൻഡിലേക്ക് പോയി അവിടുത്തെ ഭക്ഷ്യം ചിലപ്പോൾ പ്രാണിയായിരുന്നു, അപ്പോൾ പ്രാണീനെ കഴിക്കാൻ പറ്റുന്ന ബീക്കുള്ള ആൾക്കാർ മാത്രമാണ് അവിടെ സർവൈവ് ചെയ്തത്. ബാക്കിയെല്ലാം എന്ത് ചെയ്തു, നശിച്ചു പോവുകയും ചെയ്തത്. ഓക്കെ, അപ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ജനറേഷനിൽ അപ്പോൾ ആ ടൈപ്പ്
എന്താണ് ബീക്കുകൾ ഉണ്ടായില്ല, ആ ടൈപ്പ് കൊക്കുകൾ ഉണ്ടായി എന്നാണ് നമ്മുടെ ഈ പറയുന്ന ഡാർവിൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഡാർവിൻ്റെ ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് പുള്ളിക്കാരൻ കണ്ടെത്തിയിരിക്കുന്ന നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ ഡാർവിനിസം എന്ന് പറയുന്ന തിയറിയുടെ ആദ്യത്തെ ഒരു ആശയം എന്ന് വെച്ചാൽ ഓവർ പ്രൊഡക്ഷൻ ആണ്. അതായത് നമ്മുടെ ഈ പറയുന്ന ഓർഗാനിസം പ്രൊഡ്യൂസ് മോർ ഓഫ് സ്പ്രിംഗ് ദാൻ എൻവയോൺമെന്റ് ക്യാൻ സപ്പോർട്ട്. അതായത് പരിസ്ഥിതിക്ക് നിലനിർത്താൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സന്താനങ്ങൾ എന്താണ് ജീവികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതാണ് ആദ്യത്തെ പോയിന്റ് കേട്ടോ. അപ്പോൾ ഓവർ പ്രൊഡക്ഷൻ ആണ് ആദ്യത്തെ ആശയം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി നിർദ്ധാരണം അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷനിൽ. രണ്ടാമത്തെ എന്ന് വെച്ചാൽ വേരിയേഷൻ ആണ്. അതായത് വലിപ്പം, രോഗപ്രതിരോധം, വിത്തുൽപാദനം പോലുള്ള സവിശേഷതകളിലും മിക്ക ജീവികളിലും എന്താണ് പരസ്പരം വ്യത്യാസങ്ങൾ കാണിക്കാറുണ്ട്. അതായത് സൈസ് ആയിക്കോട്ടെ, ഇമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, സീഡിന്റെ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്താണ് ഈ പറയുന്ന ജീവികൾ തമ്മിൽ പരസ്പരം വ്യത്യാസങ്ങളുണ്ട്. ഈ വ്യത്യാസങ്ങൾ അതായത് വേരിയേഷൻസ് എന്ന് പറയുന്നത് ഈ വ്യത്യാസങ്ങൾ ചിലതിന് ഗുണകരമായിരിക്കും, ചിലതിന് ദോഷകരമായിരിക്കും. ഓക്കെ, അതാണ് വേരിയേഷനിൽ പറയുന്നത്. മൂന്നാമത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അതായത് നിലനിൽപ്പിനായിട്ടുള്ള ഒരു മത്സരമാണ്. അതായത് ഭക്ഷണത്തിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ സ്ഥലത്തിന് അല്ലെങ്കിൽ ഇണകൾക്ക്, നമ്മുടെ ഈ പറയുന്ന മെയ്റ്റ്സിന്, അതിനൊക്കെ പരിമിതമായിട്ടുള്ള വിഭവങ്ങളിൽ ജീവികൾ തമ്മിൽ ഒരു മത്സരത്തിലേക്ക് നയിക്കുന്നു. അതായത് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്, അതല്ലാതെ എന്താണ് ഷെൽട്ടറിന് വേണ്ടിയിട്ട്, മെയ്റ്റ്സിന് വേണ്ടിയിട്ട് എന്താണ് ഈ പറയുന്ന ഓർഗാനിസംസ് തമ്മിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുന്നത്. അതാണ് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്. അതിനുവേണ്ടി മത്സരിക്കുകയാണ്. ഈ മത്സരത്തിൽ ജയിക്കുന്ന ആൾക്കാർ, അതായത് അനുകൂല വ്യതിയാനങ്ങളുള്ള ജീവികൾ നിലനിൽപ്പിനായിട്ടുള്ള മത്സരത്തെ അതിജീവിക്കുന്നു. അവ കൂടുതൽ ഫലപ്രദമായിട്ട് പ്രത്യുൽപാദനം നടത്തുകയും അത് പുതിയ തലമുറയിലേക്ക് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് സംഭവം. അതായത് ആദ്യം പറഞ്ഞത് എന്താണ്, ഓവർ പ്രൊഡക്ഷൻ ആണ്. അതായത് നമ്മുടെ ഭൂമിക്ക് താങ്ങാവുന്നതിനപ്പുറം ജീവികളെ ഓരോ ഓർഗാനിസംസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ വേരിയേഷൻസ്, അതായത് അവരുടെ രോഗപ്രതിരോധ ശേഷി, അവരുടെ അതുപോലെ തന്നെ എന്താണ് ഇണ, രോഗപ്രതിരോധ ശേഷി, അതുപോലെ സൈസ്, സീഡ്, ഇതിനെയൊക്കെ സീഡ് പ്രൊഡക്ഷൻ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അവരിൽ വേരിയേഷൻസ് ഉണ്ട്. ഈ വേരിയേഷൻസ് ചിലപ്പോൾ ഫേവറബിൾ കണ്ടീഷൻസ് ആവാം, അൺഫേവറബിൾ കണ്ടീഷൻസ് ആവാം. അപ്പോൾ ഇതിന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, അവർ മത്സരിക്കുന്നുണ്ട്. ഈ മത്സരത്തിൽ എന്താണ് ഈ പറയുക, ജയിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ അതിജീവിക്കുകയും അല്ലാത്തവ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഈ അതിജീവിക്കുന്ന ആൾക്കാർ എന്താണ് അടുത്ത തലമുറയിൽ ഉൽപ്പാദിപ്പിക്കുകയും അത് അനുകൂല വ്യതിയാനങ്ങളിൽ വരും തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യുന്നു. അതായത് ഫേവറബിൾ വേരിയേഷൻസ് ഉള്ളവ പാസ് ഓൺ ടു ദ നെക്സ്റ്റ് ജനറേഷൻ, കൂടുതൽ അടുത്ത ജനറേഷനിലേക്ക് കൈമാറുന്നു. അതെന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ വ്യതിയാനങ്ങൾ തലമുറകളായി കുമിഞ്ഞുകൂടി പരസ്പരം പ്രത്യുൽപാദന സാധ്യതയില്ലാത്ത ജീവികളാവുകയും അവ പുതിയ സ്പീഷീസുകളായിട്ട് മാറുകയും ചെയ്യുന്നതാണ് നാച്ചുറൽ സെലക്ഷൻ തിയറിയിൽ പറയുന്നത്. 5 ആശയങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന എന്തിലുള്ളത്, ഡാർവിനിസത്തിനുള്ള. ഒന്ന് ഓവർ പ്രൊഡക്ഷൻ ആണ്, രണ്ടാമത് വേരിയേഷൻ ആണ്, മൂന്നാമത് സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ആണ്, നാലാമത് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആണ്, പിന്നെ നാച്ചുറൽ സെലക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതായത് ഡാർവിൻ പറഞ്ഞത് ജിറാഫ്, നമ്മുടെ ലാമാർക്ക് പറഞ്ഞത് പണ്ടത്തെ ജിറാഫുകൾക്കൊന്നും പൊക്കം ഉണ്ടായിരുന്നില്ല, അവരിങ്ങനെ ഭക്ഷണം എത്തിപ്പിടിച്ചിട്ടാണ് എന്താ പൊക്കം വെച്ചെന്നാ പറഞ്ഞത് അല്ലെ. പക്ഷെ ഡാർവിൻ പറഞ്ഞപ്പോൾ അങ്ങനെയല്ല, പൊക്കമുള്ള ജിറാഫുകൾ ഉണ്ടായിരുന്നു, പൊക്കം ഇല്ലാത്ത ജിറാഫുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് പൊക്കമുള്ള ജിറാഫുകൾക്ക് ഭക്ഷണ ദൗർബല്യം വന്നപ്പോൾ, ഫുഡ് സ്കാർസിറ്റി വന്ന സമയത്ത് പൊക്കമുള്ള ജിറാഫുകൾ എന്ത് ചെയ്തു, അതിജീവിച്ചു. പൊക്കമില്ലാത്തവ എന്താണ്, നശിച്ചു പോയി. അപ്പൊ അതിജീവിച്ച ജിറാഫുകളുടെ കുട്ടികൾക്ക് എന്താണ്, പൊക്കമുള്ള ജിറാഫുകളാണ് ഉണ്ടായത്. അതാണ് നാച്ചുറൽ സെലക്ഷൻ തിയറി പറഞ്ഞത്. പിന്നെ ഫോർ എക്സാമ്പിൾ കണ്ടോ, അതിവിടെ എലിയുടെ കേസാന്ന് തോന്നുന്നു കേട്ടോ. അതായത് എലികൾ കുറെ ഉണ്ടായി, അതിനകത്ത് ചിലതിന് വൈറ്റ് കളറും ചിലതിന് ബ്ലാക്ക് കളറുമാണ് ഉണ്ടായത്. സം വേരിയേഷൻസ് ഉണ്ട്, അവരുടെ കളറിൽ വേരിയേഷൻസ് ഉണ്ടായി. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നതാണ്, ഈ പറയുന്ന ഈ ബ്ലാക്ക് കളറുള്ള ആൾക്കാരെ എന്താണ് ഈ പറയുന്ന ഇവരെ ഭക്ഷണമാക്കുന്ന ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, അവരുടെ എണ്ണം അത്യാവശ്യം തന്നെ കറക്റ്റായിട്ട്, അതായത് എത്രയാണ് ഉണ്ടായിരുന്നത് അത് തന്നെ പോവുകയും, പക്ഷേ ഈ വൈറ്റ് എലികളിലെ അവയെന്താണ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ എന്താണ് അവരെ മറ്റൊരു ഭക്ഷണമാക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്, വൈറ്റ് കളർ എലികളുടെ എണ്ണം കുറഞ്ഞു. പിന്നെ എന്താ ഉണ്ടായത്, ഈ പറഞ്ഞ കൂടുതലും ഡാർക്ക് കളർ എലികളാണ് വന്നത്. മനസ്സിലായോ? അതായത് ഇതിനകത്ത് ഈ പറയുന്ന വേരിയേഷൻ ചിലതിന് ഫേവറബിൾ ആയിരിക്കാം, ചിലതിന് അൺഫേവറബിൾ ആയിരിക്കാം. അതായത് ഈ പറയുന്ന ഡാർക്ക് കളർ കിട്ടിയ എലികൾക്ക് എന്താണ്, അത് ഫേവറബിൾ ആയിരുന്നു. കാര്യം ഇവർക്ക് എന്താണ് ഇവരെ ഭക്ഷണമാക്കുന്ന ആൾക്കാരിൽ നിന്ന് ഒളിച്ചിരിക്കാനായിട്ട് ഈ കളർ സഹായിച്ചു. പക്ഷെ വൈറ്റ് ഉള്ളവർക്കോ അവർക്ക് അതൊരു നിർത്തിയുണ്ടായില്ല. അതുകൊണ്ട് ആ പറയുന്ന പക്ഷികൾ വന്നിട്ട് അവരെ ഭക്ഷണമാക്കുകയും അവരുടെ എണ്ണം കുറയുകയും അവർക്ക് പ്രതികൂല സാഹചര്യം ആയതുകൊണ്ട് തന്നെ അവർ നശിച്ചു പോവുകയാണ് ചെയ്തത്. അതാണ് കേട്ടോ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സസ്യം 100 കണക്കിന് വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ചിലത് മാത്രമാണ് പൂർണ്ണ വളർച്ച എത്തുന്നുള്ളൂ അല്ലേ. ദ പ്ലാന്റ് പ്രൊഡ്യൂസ് 100 of seeds
ഹവർ ഓൺലി എ ഫ്യൂ then attain the complete maturity. കാരണം എന്താണ്, ചില പരിസ്ഥിതി ഘടകങ്ങൾ, രോഗങ്ങൾ, പരിസ്ഥിതി സമ്മർദ്ദം, അതുപോലെ വിത്തിന്റെ ഗുണമേന്മ, അതിജീവനത്തിനായിട്ടുള്ള മത്സരം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ വിത്തിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നുണ്ട്. ആ കാര്യങ്ങളിൽ കോമ്പറ്റീഷൻ കഴിഞ്ഞ് മത്സരിച്ച് വന്ന ആ ചെടികളാണ് മുളച്ച അടുത്ത മരങ്ങളായിട്ട് മാറുന്നത്. അല്ലാതെ ഒരു പ്ലാന്റ് ഉണ്ടാക്കിയ എല്ലാ വിത്തുകളും തന്നെ മുളയ്ക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ലാമാർക്കിന്റെയും അതുപോലെ തന്നെ ഡാർവിന്റെയും എന്താണ് കമ്പാരിസൺ ആണ് കൊടുത്തിരിക്കുന്നത്. ലാമാർക്ക് ഓൾറെഡി പറഞ്ഞതാണ്, അതായത് പണ്ടുള്ള ജിറാഫുകൾക്ക് ഉയരം കുറവായിരുന്നു. പക്ഷെ ഡാർവിൻ പറഞ്ഞ എന്താണ്, പണ്ട് ഉയരമുള്ളതും ഉയരമില്ലാത്ത ജിറാഫുകളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആദ്യകാല ജിറാഫുകൾക്ക് നീളം കുറഞ്ഞ കഴുത്താണ് ഉണ്ടായിരുന്നതെന്ന് ലാൻഡ്മാർക്ക് പറഞ്ഞപ്പോൾ ഡാർവിൻ പറഞ്ഞത് എന്താണ്, വ്യത്യസ്ത നീളത്തോടു കൂടിയ കഴുത്തുള്ള ജിറാഫുകളാണ് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ആഹാരം ലഭിക്കുന്നതിനായി ജിറാഫുകൾ അവിടെ കഴുത്ത് നീട്ടാൻ തുടങ്ങി എന്നാണ് നമ്മുടെ ആര് പറഞ്ഞത്, ലാമാർക്ക് പറഞ്ഞു. പക്ഷെ ഡാർവിൻ പറഞ്ഞത് ആഹാരത്തിനായിട്ടുള്ള മത്സരത്തിൽ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾക്ക് മാത്രമാണ് അതിജീവിക്കാൻ പറ്റിയത്, ബാക്കിയുള്ളവ എന്താണ് നശിച്ചു പോയെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നിരന്തരമായിട്ടുള്ള ഈ ഡാർവിൻ പറഞ്ഞതല്ല കേട്ടോ, ലാമാർക്ക് പറഞ്ഞതാണ്, നിരന്തരമായിട്ടുള്ള ഉപയോഗത്തിലൂടെ കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾ രൂപപ്പെടുകയും ചെയ്തു. അത് പരിസ്ഥിതി ജീവികളിൽ വ്യതിയാനങ്ങൾക്ക് കാരണമായെന്ന് നമ്മുടെ ലാൻഡ്മാർക്ക് പറഞ്ഞപ്പോൾ നമ്മുടെ ഡാർവിൻ എന്താ പറഞ്ഞത്, കഴുത്തിന് നീളം കൂടിയ ജിറാഫുകൾക്ക് മാത്രമാണ് നിലനിൽക്കാനായിട്ട് പറ്റിയത്, അതിൻ്റെ പുതിയ ജീവിവർഗമായിട്ട് മാറുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കമ്പാരിസൺ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇനി നിയോ ഡാർവിനിസം, നമ്മുടെ ഡാർവിൻ ആരോടും പറയണ്ടെന്ന് പറഞ്ഞ് ഇരിക്കുകയാണ്. കാരണം എന്താണെന്ന് പറയുമ്പോൾ ഡാർവിൻ ഇത്രയും തിയറിയൊക്കെ ഉണ്ടായി, പക്ഷെ അതിനും എന്താണ് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായടാ. അതാണ് നിയോ ഡാർവിനിസം എന്ന് പറയുന്ന പുതിയൊരു കൺസെപ്റ്റിന് തുടക്കം കുറിച്ചത്. അതായത് ഡാർവിൻ്റെ പരിണാമം സ്വീകാര്യത നേടിയെങ്കിലും അതിനൊപ്പം തന്നെ എന്താണ് വിമർശനത്തിനും വിധേയമായിട്ടുണ്ട്. അപ്പോൾ ഈ വ്യതിയാനത്തിനും പാരമ്പര്യ പ്രശ്നത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ജനറ്റിക് ആയിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊന്നും നമ്മുടെ ചാൾസ് ഡാർവിന് പ്രത്യേകിച്ച് ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ചാൾസ് ഡാർവിൻ ഹാഡ് നോ ഐഡിയ അബൌട്ട് ജനറ്റിക് ബേസിസ് ഓഫ് വേരിയേഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ്. അതായത് വ്യതിയാനങ്ങളെ കുറിച്ചോ പാരമ്പര്യ ഘടകങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ജനിതക ഘടനയെ കുറിച്ചിട്ടുള്ള ആ ഒരു സംഭവത്തിനെ കുറിച്ചോ ഒരു അടിസ്ഥാനത്തിനെ കുറിച്ച് പറയാനായിട്ട് നമ്മുടെ ഡാർവിന് ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഗിഗർ ജവാൻ മെൻഡലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചില്ലേ, പുള്ളിക്കാരന്റെ കണ്ടെത്തലുകളിൽ ക്രോമസോമുകളും ജീനുകളെയും കുറിച്ചുള്ള ധാരണ വന്നു. അതെന്താണ് ഈ പറയുന്ന ജനിതക മാറ്റങ്ങൾ, അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ, അതുപോലെ തന്നെ അതായത് ലൈംഗിക പ്രത്യുൽപാദന സമയത്തെ ജനിതക പുനഃസംയോഗം, ജനറ്റിക്കൽ റീകോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. അതുപോലെ ജീൻ പ്രവാഹം, ജീൻ ഫ്ലോ എന്നിവയെന്നാണ് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. ഇതുമൂലം എന്താണ് നമ്മുടെ ഈ പറയുന്ന ഡാർവിൻ്റെ തിയറിയിലേക്ക് പോപ്പുലേഷൻ ജനറ്റിക്സും പാലിയന്റോളജിയും എൻവയോൺമെന്റ് സയൻസും അങ്ങനെയുള്ള തുടങ്ങിയ മേഖലയിൽ നിന്നുള്ള പ്രൂഫുകൾ അല്ലെങ്കിൽ തെളിവുകളൊക്കെ എന്താണ് ഇതിനോട് ചേർത്ത് വെച്ചു. അങ്ങനെയാണ് നിയോ ഡാർവിനിസം അല്ലെങ്കിൽ രൂപപ്പെട്ടത് കേട്ടോ. അതായത് നമ്മൾ ഈ പറയുന്ന ഡാർവിനോടൊപ്പം തന്നെ ഡാർവിൻ്റെ തിയറിയും എടുത്തിട്ടുണ്ട്, ഒപ്പം എന്താണ് കുറച്ച് ഈ പറയുന്ന പാലിയന്റോളജി ഇട്ടോ, കുറച്ച് പോപ്പുലേഷൻ ജെനറ്റിക്സ് ഇട്ടോ, കുറച്ച് എൻവയോൺമെന്റ് സയൻസ് ഇട്ടോ, ഇതൊക്കെ കൂടി ചേർന്നപ്പോൾ എന്തായിട്ട് മാറി, നിയോ ഡാർവിനിസം ആയിട്ട് മാറി. അതായത് ഡാർവിൻ്റെ ലിമിറ്റേഷൻസിനെ മറികടക്കാനായിട്ട് അതിനകത്ത് കുറച്ച് പോപ്പുലേഷൻ ജെനറ്റിക്സും പാലിയന്റോളജി കുറച്ചല്ല കേട്ടോ, അതായത് പാലിയന്റോളജിയും പോപ്പുലേഷൻ ജെനറ്റിക്സും എൻവയോൺമെന്റ് സയൻസും കൂടെ ആഡ് ചെയ്തപ്പോൾ എന്തിനു തുടക്കം കുറിച്ചത്, നിയോ ഡാർവിനിസം എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് എത്തി. അപ്പോൾ നിയോ ഡാർവിനിസം സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളത് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി അടുത്തതാണ് എവല്യൂഷണറി ട്രീ എന്ന് പറയുന്നത്, പരിണാമ വൃക്ഷം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഇത് ബാക്ടീരിയ, ആർക്കിയ, യൂക്യാരിയ, ഇത് ഡൊമൈൻസ് നിങ്ങൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. ബാക്ടീരിയ ഡൊമൈനിൽ ആരാണ്, ബാക്ടീരിയ മാത്രമേ ഉള്ളൂ. ആർക്കിയയിലാണെങ്കിലോ ആർക്കിയ മാത്രമേ ഉള്ളൂ. യൂക്യാരിയ ഡൊമൈനിൽ പ്രോട്ടിസ്റ്റ വരുന്നുണ്ട്, പ്ലാന്റിയ വരുന്നുണ്ട്, ഫഞ്ച് വരുന്നുണ്ട്, ആനിമാലിയ വരുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം ഈ ആർക്കിയയ്ക്കും യൂക്യാരിയയ്ക്കും ഇവിടെ ഒരു കോമൺ ആൻസിസ്റ്റർ വരുന്നുണ്ട്. ഇവരെല്ലാവരും ശരിക്കും എന്താണ് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് രൂപപ്പെട്ടത്. ഓക്കെ, അതിനകത്ത് ആർക്കിയയ്ക്കും യൂക്യാരിയയ്ക്കും വേറൊരു കോമൺ ആൻസിസ്റ്റർ വരുന്നുണ്ട്. ഇനി പ്രോട്ടിസ്റ്റ, പ്ലാന്റ്, ഫംഗി, ആനിമൽ ഇവർക്ക് എന്താണ് വേറൊരു കോമൺ ആൻസിസ്റ്റർ ഉണ്ട്. ഇനി ഫംഗി, ആനിമലിയൊക്കെയാണ് സെപ്പറേറ്റ് വേറൊരു കോമൺ, അതായത് പൊതുവായ പൂർവികരൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു എവല്യൂഷണറി ട്രീയിൽ പറയുന്നത്. അപ്പോൾ എവല്യൂഷണറി ട്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ എല്ലാത്തിനും ഏറ്റവും ലാസ്റ്റ് എന്താണ് ഒരു പൊതു പൂർവികനിൽ നിന്നിട്ടാണ് നമ്മൾ എല്ലാവരിലേക്കും എത്തിയിരിക്കുന്നത്. ഓക്കെ, അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നാണ് എവല്യൂഷണറി ട്രീ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രീയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സ്പീസീഷൻ എന്ന് പറയുന്ന സംഭവം മനസ്സിലാക്കാൻ പറ്റും. സ്പീസീഷൻ എന്ന് പറഞ്ഞാൽ സ്പീസീഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് നമ്മുടെ ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റി ഓൺ എർത്ത് ഒറിജിനേറ്റ് ചെയ്തത്. അതായത് ഭൂമിയിൽ ജൈവ വൈവിധ്യം രൂപപ്പെട്ടതാണ് സ്പീസീഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. അതായത് ഒരു പൊതു പൂർവിക സ്പീഷീസിൽ നിന്ന് പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നതിനെ
വിളിക്കുന്ന പേരാണ് സ്പീസിയേഷൻ എന്ന് വിളിക്കുന്നത്. സ്പീസിയേഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ന്യൂ സ്പീഷീസ് അറൈസിംഗ് ഫ്രം ദ കോമൺ ആൻസസ്റ്റർ, അതായത് പൊതുവായ പൂർവികനിൽ നിന്ന് ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നതിനെയാണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റത്തെ പൂർവികനെ നമ്മൾ LUCA എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ഇതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം കേട്ടോ. ലാസ്റ്റ് യൂണിവേഴ്സ് കോമൺ ആൻസസ്റ്റർ, ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് LUCA എന്താണെന്നും MRCA എന്താണെന്നും ചോദിക്കും. LUCA എന്ന് വെച്ചാൽ ലാസ്റ്റ് യൂണിവേഴ്സ് കോമൺ ആൻസസ്റ്റർ, ഏറ്റവും അറ്റത്തെ ആ ലാസ്റ്റത്തെ പൊതു പൂർവികനെ വിളിക്കുന്ന പേരാണ് എന്ത്, LUCA അല്ലെങ്കിൽ ലാസ്റ്റ് യൂണിവേഴ്സ് കോമൺ ആൻസസ്റ്റർ. ഇനി തൊട്ട് മുന്നിലത്തെ, അതായത് നമ്മുടെ ആ ഒരു ഇതിന്റെ തൊട്ട് മുന്നിലത്തെ ആൻസസ്റ്റർ ആരാണോ അതിനെയാണ് MRCA എന്ന് വിളിക്കുന്നത് കേട്ടോ. മോസ്റ്റ് റീസെന്റ് കോമൺ ആൻസസ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി സ്പീസിയേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറയാം. സ്പീസിയേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ജീവിവർഗത്തിലുള്ള ആൾക്കാർ എന്താണ് പ്രത്യുൽപാദനം, റീപ്രൊഡക്ഷനിലൂടെ എന്താണ് അവർ സന്താനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതിനകത്ത് ചെറിയ ചെറിയ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവും പരസ്പരം അങ്ങും തമ്മിൽ. എന്നിട്ട് എന്താണ് ഇതിനകത്തെ അംഗങ്ങൾ മെമ്പേഴ്സിൽ ചിലപ്പോൾ പരിസ്ഥിതി ഘടകങ്ങളോ അല്ലെങ്കിൽ മ്യൂട്ടേഷനോ അല്ലെങ്കിൽ പ്രകൃതി നിർദ്ധാരണമോ അല്ലെങ്കിൽ എന്താണ് ജനറ്റിക്കൽ റീകോമ്പിനേഷൻ, ജനിതക പുനഃസംയോഗനം, അങ്ങനെയുള്ള പല സംഭവങ്ങൾ വന്നിട്ട് എന്താണ് കാലക്രമേണ നിരവധി വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ നിരവധി വ്യതിയാനങ്ങൾ ഇവരിൽ ഉണ്ടാവുന്നു. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതായത് ഒരു കരടിയുടെ കേസ് എടുക്കാം. എല്ലാ കരടികളും ഒരുമിച്ച് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഭക്ഷണം തേടി പോവുക, ഒരാൾക്കാർ ഇപ്പുറത്തേക്ക് പോയി, കുറച്ച് കരടികൾ ഇപ്പുറത്തേക്ക് പോയി. അപ്പോൾ പോയ സമയത്ത് പെട്ടെന്ന് അതിൻ്റെ നടുക്കൊരു നദി വന്നു. ജസ്റ്റ് ഇമാജിൻ ചെയ്യും, പെട്ടെന്നല്ല കുറച്ച് നദിയൊക്കെ കുറച്ച് കാലത്തി വരുന്നത്. അപ്പോൾ ജസ്റ്റ് മിസ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നടുക്കൊരു നദി വന്നു കഴിഞ്ഞപ്പോൾ എന്താണ് ഈ പറയുന്ന ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് അപ്പുറത്തും ഇപ്പുറത്താണ് നിൽക്കുന്നത്. കാരണം നീന്താനൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അപ്പോൾ അവരെന്താ അപ്പുറത്ത് ആ പോയ ആൾക്കാർ ജീവിച്ചു, ഇപ്പുറത്ത് വേറെ കുറച്ച് ഗ്യാങ് ആയിട്ട് തീരുമാനിച്ചു. എന്താണ് ജീവിച്ച് അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ നദിയുടെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർ കേട്ടോ, അതായത് നദിയുടെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാരിലെ ക്ലൈമറ്റിനൊക്കെ വ്യത്യാസമുണ്ട്. അവരെപ്പോഴും ഈ നദിയുടെ കരയിൽ മാത്രമല്ലല്ലോ ഇരിക്കുന്നത്, അവരങ്ങോട്ടേക്ക് പോയി അവിടെ ക്ലൈമറ്റിലൊക്കെ ഒരുപാട് വ്യത്യാസം വന്ന് ഇവരിൽ എന്താണ് ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങി. ആ ക്ലൈമറ്റിലുള്ള വ്യത്യാസം കൊണ്ട് അവരുടെ രൂപത്തിൽ, അവരുടെ എല്ലാ കാര്യത്തിലും എന്താണ് ഒരുപാട് വ്യതിയാനങ്ങൾ സംഭവിച്ചു. ഈ വ്യതിയാനങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും എന്താണ് ഇവരെ കണ്ടുമുട്ടുമ്പോൾ ഇവർക്ക് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി അവർക്ക് ചെയ്യാനായിട്ട് പറ്റാത്തൊരു കണ്ടീഷൻ വന്നു. അങ്ങനെ അവർ പുതിയ ജീവവർഗമായിട്ട് മാറിയെന്നാണ് സ്പീസിയേഷൻ പറയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം, സ്പീസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ജീവിവർഗങ്ങൾ എന്താണ് ഈ പറഞ്ഞ പ്രത്യുൽപാദനത്തിലൂടെ വ്യത്യസ്ത സന്താനങ്ങൾ ഉൽപ്പാദിച്ച് ഒരുമിച്ച് താമസിച്ചു. ആ സമയത്താണ് എന്താണ് ചിലപ്പോൾ മ്യൂട്ടേഷൻ ആവാം അല്ലെങ്കിൽ ഐസൊലേഷൻ ആവാം. ഞാനിപ്പോൾ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ചിലപ്പോൾ അങ്ങനെയുള്ളത് ചിലപ്പോൾ ജിയോളജിക്കൽ ആവാം, അതായത് പാരിസ്ഥിതികമായിരിക്കുന്ന ഘടകങ്ങളാകാം, അല്ലെങ്കിൽ മ്യൂട്ടേഷൻ ആവാം, നാച്ചുറൽ സെലക്ഷൻ ആവാം, അല്ലെങ്കിൽ ജനറ്റിക്കൽ റീകോമ്പിനേഷൻസ് ആവാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ട് ഇവരിൽ പല വ്യതിയാനങ്ങൾ വരും. നമ്മളിപ്പോൾ ആ ഒരു കരടിക്കുട്ടന്മാരുടെ കേസ് വന്നപ്പോൾ ഇപ്പുറത്തുള്ള ആൾക്കാർ നോർമലിയും അപ്പുറത്തുള്ള ആൾക്കാരെ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ട് അവർ പോളാർ ബിയർ ആയിട്ട് മാറി. ഓക്കെ, ആ രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായിരിക്കുന്ന എന്താണ് ജീവികളായിട്ട് ശരിക്കും മാറി. വ്യതിയാനങ്ങൾ സംഭവിച്ചു ഈ പറയുന്ന മ്യൂട്ടേഷനിലൂടെയോ നാച്ചുറൽ സെലക്ഷനിലൂടെ അല്ലെങ്കിൽ ജനറ്റിക്കൽ റീകോമ്പിനേഷനിലൂടെ അവരിൽ വ്യത്യാസം വന്നു. ഈ വ്യത്യാസം വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താണ് when the members of species become unable to reproduce new offspring mutually, അതായത് ഈ ജീവിഗണങ്ങൾ തമ്മിൽ പരസ്പരം പ്രത്യുൽപാദനം നടത്തി പ്രത്യുൽപാദനക്ഷമമല്ലാതെ അങ്ങനെ അതായത് പ്രത്യുൽപാദനം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ മാറുകയും ചെയ്തു. അങ്ങനെ അവർ പുതിയ സ്പീഷീസിലേക്ക് പരിണമിച്ചു. അങ്ങനെയാണ് സ്പീസിയേഷൻ ഉണ്ടായെന്നാണ് പറയുന്നത് കേട്ടോ. ആ ഒരു ഓർഡർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യം അവരെല്ലാം ഒരുമിച്ച് താമസിച്ചു, അതിനുശേഷം ചില പാരിസ്ഥിതിക ഘടകങ്ങൾ കൊണ്ട് അവർ രണ്ട് പേരിൽ എന്താണ് ഒരുപാട് വ്യതിയാനങ്ങൾ ഉണ്ടായി. വ്യതിയാനങ്ങൾക്ക് ശേഷം എന്താണ് അവർക്ക് പിന്നീട് റീപ്രൊഡക്റ്റീവ്, അതായത് അവർക്ക് ഒരുമിച്ച് ടു പ്രൊഡ്യൂസ് ന്യൂ ഓഫ്സ്പ്രിങ് മ്യൂച്വൽ, അവർക്ക് ഒരുമിച്ച് അനേബിൾ ടു റീപ്രൊഡ്യൂസ് ന്യൂ ഓഫ്സ്പ്രിങ് മ്യൂച്വൽ, അവർക്ക് ഒരുമിച്ച് എന്താണ് റീപ്രൊഡക്ഷൻ നടത്താൻ പറ്റാത്തൊരു കണ്ടീഷൻ ആവുകയും അവർ വ്യത്യസ്ത ജീവികളായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്ത സ്പീഷീസുകളായിട്ട് അവർ മാറുകയും ചെയ്തു. അങ്ങനെയാണ് സ്പീഷീസ് ഉണ്ടായെന്നാണ് സ്പീസിയേഷൻ പറയുന്നത് കേട്ടോ. കണ്ടോ, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. കണ്ടോ, റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ ആണ്. പെട്ടെന്ന് ഒരു പുഴ വന്നു, അപ്പോൾ ഇപ്പുറത്തെ മാൻ ഇപ്പുറത്ത് വേറെ മാൻ, ഇവർക്ക് എന്താണ് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ഇവരിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരുന്നു. പിന്നീട് ഇവർ മീറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്താ മ്യൂച്വലി ഒരുമിച്ച് റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇവരിൽ ഉണ്ടാകുന്നില്ല. കാരണം ഇതെൻ്റെ എണ്ണയല്ല, കാരണം എൻ്റെ ആണ് ഇതേപോലത്തെ രൂപത്തിലല്ല എന്നൊരു തോന്നൽ വരുമ്പോൾ അവർക്ക് എന്താണ് റീപ്രൊഡക്ഷൻ കപ്പാസിറ്റി, അവർക്ക് അങ്ങനെ മ്യൂച്വലി റീപ്രൊഡ്യൂസ് ചെയ്ത് പ്രത്യുൽപാദനം നടത്താനുള്ള കഴിവില്ലാതെ ആവുകയും അവർ പിന്നീട് വ്യത്യസ്ത ജീവവർഗ്ഗങ്ങളായിട്ട് വ്യത്യസ്ത സ്പീഷീസുകളായിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. ഇനി എവിഡൻസ് ഓഫ് എവല്യൂഷൻ, അതായത് നമ്മുടെ പരിണാമത്തിൻ്റെ തെളിവുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന ഒരുപാട് തെളിവുകളുടെ ഫലമായിട്ടാണ് നമ്മൾ എവല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു പഠനശാഖ കൊണ്ടുവരുന്നത്. അപ്പം ജീവികൾ തമ്മിൽ എന്ന ഘടനാപരമായിട്ട് എന്താണ് പരസ്പരം, അതായത് നമുക്ക് മുന്നിലുള്ള ആൾക്കാർ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടെന്ന് തെളിയിക്കാനായിട്ട് ഒരുപാട് തെളിവുകളുണ്ട്. ആദ്യത്തെയാണ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് കമ്പാരിറ്റീവ് അനാറ്റമി. മൂന്നാമത്തെയാണ് ഫോസിൽസ് എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇത് അത്യാവശ്യത്തിലധികം
സാധാരണയായിട്ട് ക്വസ്റ്റ്യൻ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് നോട്ട് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. എവിഡൻസ് ഓഫ് എവല്യൂഷൻ 3 എണ്ണമാണ്: മോളിക്കുലർ ബയോളജി, കമ്പാരിറ്റീവ് അനാറ്റമി, ഫോസിൽസ് എവിഡൻസ്. അതായത് എന്താണ് തന്മാത്രാ ജീവശാസ്ത്രം, അതുപോലെ തന്നെ ആന്തരഘടനയിലെ താരതമ്യം, അതുപോലെ തന്നെ ഫോസിലിന്റെ തെളിവുകൾ. ഇത് 3 എണ്ണമാണ് നമ്മുടെ എവല്യൂഷന്റെ തെളിവുകളായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനകത്ത് മോളിക്കുലർ ബയോളജി പറയുന്നത് ഒരു ജീവിയുടെ DNA-യുടെ ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസും അതുപോലെ പ്രോട്ടീൻസിലെ അമിനോ ആസിഡിന്റെ സീക്വൻസും നമ്മൾ താരതമ്യം ചെയ്യുന്നതാണ് മോളിക്കുലർ ബയോളജി. അതിനായിട്ട് അവരെടുത്തിരുന്നത് ചിമ്പാൻസി, ഗൊറില്ല, എലി ഇവരെടുത്തു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന അമിനോ ആസിഡിന്റെ സീക്വൻസിലെ ഡിഫറൻസ് നോക്കിയപ്പോൾ നമ്മുടെ മനുഷ്യരും ചിമ്പാൻസിയും തമ്മിൽ എന്താണ് യാതൊരു വ്യത്യാസവും ഇല്ലടാ, നമ്മുടെയൊക്കെ കസനായിട്ട് വരും ചിമ്പാൻസി. ഓക്കെ, ഇനി ഗൊറില്ലയുടെ കേസ് എടുത്തപ്പോൾ ഒരു അമിനോ ആസിഡിന്റെ ചേഞ്ചസേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി നമ്മൾ തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ട്. അത് മനുഷ്യനായ ഞാൻ മാത്രമല്ല നിങ്ങളും എന്താണ് ചിമ്പാൻസി ആയിട്ട് യാതൊരു ചേഞ്ചും ഇല്ല. ഗൊറില്ലയായിട്ട് ആകെ ഒരു അമിനോ ആസിഡിന്റെ ചേഞ്ചേ ഉള്ളൂ. എലിയായിട്ട് 31 എണ്ണത്തിന്റെ ചേഞ്ച് ആണുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമുക്ക് എല്ലാവർക്കും പൊതുവായിട്ട് ഒരു കോമൺ ആൻസിസ്റ്റർ ആണല്ലേ, പൊതു പൂർവികനാണ് ഉണ്ടായിരുന്നെന്നുള്ളത് മനസ്സിലായി. ഇതാണ് കേട്ടോ ബീറ്റാ ചെയിൻ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തത് നമ്മുടെ ഈ പറഞ്ഞ DNA-യുടെ സീക്വൻസ്, ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ മനുഷ്യനും ചിമ്പാൻസിയും തമ്മിൽ എന്താണ് 100% ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഇനി മനുഷ്യനും ഗൊറില്ലയും തമ്മിലാണെങ്കിലോ 96% ഒരുപോലെയാണ്. മനുഷ്യനും കുരങ്ങും തമ്മിലാണെങ്കിൽ 92% ഒരുപോലെയാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായി നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്, നമുക്ക് എല്ലാവർക്കും എന്താണ് കോമൺ ആയിരിക്കുന്ന ഒരു ആൻസിസ്റ്റർ ആണ് ഉള്ളതെന്നുള്ളത് മനസ്സിലായി. അതാണ് ഇതിൻ്റെ ഇൻഫറൻസ് നിഗമനമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഒരു പ്രാവശ്യം കൂടി പറയാം, നമ്മുടെ മോളിക്കുലർ ബയോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന DNA-യുടെ ന്യൂക്ലിയോടൈഡിന്റെ സീക്വൻസും അമിനോ ആസിഡിന്റെ സീക്വൻസും തമ്മിൽ ഇങ്ങനെ താരതമ്യം ചെയ്ത് നോക്കിയതാണ് മോളിക്കുലർ ബയോളജി എന്ന് പറയുന്നത്. അതിനായിട്ട് ഈ പറയുന്ന പോലെ അമിനോ ആസിഡ്സിന് എടുത്തുന്ന ഗൊറില്ലേനെ എടുത്തിരുന്നു, ചിമ്പാൻസിനെ എടുത്തിരുന്നു, റാറ്റ് എലീനെ എടുത്തിരുന്നു. ചിമ്പാൻസിനെ എടുത്തപ്പോൾ നമ്മൾ മനുഷ്യനും ചിമ്പാൻസിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഓക്കെ, ഗൊറില്ലയുടെ കേസിലാണെങ്കിൽ ഒരു അമിനോ ആസിഡിന്റെ വ്യത്യാസമാണ് ഉള്ളത്, എലിയുടെ കേസിലാണ് 31 എണ്ണത്തിന്റെ വ്യത്യാസമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലായി നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, എല്ലാവർക്കും ഒരു കോമൺ ആയിരിക്കുന്ന ആൻസിസ്റ്റർ ഉണ്ടെന്നാണ് മനസ്സിലായത്. അതുപോലെ തന്നെ DNA-യുടെ ന്യൂക്ലിയോടൈഡിന്റെ സ്റ്റഡി എടുത്തപ്പോഴും ചിമ്പാൻസിയും മനുഷ്യനും തമ്മിൽ 100% പക്ക ഒരുപോലെ തന്നെയാണ്. ഇനി നമ്മുടെ ഗൊറില്ലേനെ എടുത്തു കഴിഞ്ഞപ്പോൾ 96% ഒരുപോലെയാണ്. മങ്കിയുടെ കേസ് എടുത്തപ്പോൾ 92% ഒരുപോലെയാണ്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലായി നമ്മളെല്ലാവരും കോമൺ ആയിരിക്കുന്ന ആൻസിസ്റ്ററിൽ നിന്നിട്ടാണ് വന്നതെന്നുള്ളത് മനസ്സിലായി. ഇനി അടുത്തതാണ് കമ്പാരിറ്റീവ് അനാറ്റമി, ആന്തരഘടനയിലെ താരതമ്യം. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിലത്തെ ആന്തരഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് അനാറ്റമി എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള ഓർഗൻസിന്റെ ആ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ് അതിനായിട്ട് എടുത്തിരുന്ന ആരെയൊക്കെയാണെന്ന് അറിയാമോ? മാൻ, അതായത് മനുഷ്യന്റെ കൈ, അതുപോലെ തന്നെ പൂച്ചയുടെ കാല്, വെയിൽസ്, ബാറ്റ്, ഇത്രയും പേരുടെ മുൻകാലുകൾ എടുത്ത് സ്ട്രക്ചർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ഒരുപോലെ ഇരിക്കുന്നു. പക്ഷെ ഫങ്ഷൻസ് വേറെ ചെയ്യുന്നത്. മനുഷ്യന്റെ കൈ ആയാലും ക്യാറ്റിന്റെ മുൻകാലായാലും ഇനി വെയിൽസിന്റെ ആ ഫ്ലിപ്പർ ഇല്ലടാ നമ്മൾ നീന്തുന്ന ആ ഫ്ലിപ്പർ ആയാലും ബാറ്റിന്റെ ആ ഒരു നമ്മൾ എന്താ പറയുന്നത് ചിറകുകൾ എന്ന് പറയുന്നത് ബാറ്റിന്റെ ആ ഒരു സംഭവമായാലും ആ ഫ്രണ്ടിലത്തെ ആ മുൻകാലുകൾ എടുത്ത് നോക്കിയപ്പോഴും സ്ട്രക്ചർ ഒരുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഫങ്ഷൻസ് വേറെ. നമ്മുടെ കൈ വെച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, എഴുതുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ പൂച്ച അങ്ങനെയാണോ? അല്ല. പൂച്ച എന്താണ്, അത് നടക്കാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യം, പിന്നെ അതുപോലെ മാന്താനൊക്കെ വേണ്ടിയിട്ടാണ് പൂച്ച ചെയ്യുന്നത്. ഇനി വെയിൽസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യുക, നീന്താനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ബാറ്റ് ആണെങ്കിലോ പറക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവർ ഇന്റേണലി സ്ട്രക്ചേഴ്സ് ഒക്കെ ഒരുപോലെയാണ്. അപ്പം ഇന്റേണലി സ്ട്രക്ചേഴ്സ് അല്ലെ ആന്തരഘടന അല്ലെങ്കിൽ ഈ പറയുന്ന അനാറ്റമി എന്താണ് ഒരേപോലെയാണ് ഇരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളെല്ലാവരും ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്നല്ല ഒരു പൊതുവായ പൂർവികനിൽ നിന്നിട്ടാണ് വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതാണ് ഫോസിൽസ് എവിഡൻസ്. ഫോസിൽസ് എന്ന് പറയുന്ന തെളിവുകൾ. അത് ഇതൊന്നും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ തെളിവിനെ കുറിച്ച് സാധാരണയായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഫോസിൽ എന്താണെന്നും ചോദിക്കാറുണ്ട്. ഫോസിൽ എന്ന് പറഞ്ഞാൽ പുരാതന കാലത്തെ ജീവികളുടെ അവശിഷ്ടങ്ങളോ അടയാളങ്ങളെയാണ് ഫോസിൽസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഫോസിൽസ് എന്താണ്, നമുക്ക് ഫോസിൽസ് കിട്ടിയതോടുകൂടി ഭൂമിയിൽ മുമ്പ് ജീവിച്ചിരുന്നത് ആരൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റി. അതായത് ഈ പറയുന്ന ഈ ഒരു ജീവി ദിനോസർ, മാമത്തുകൾ, അതായത് ഇങ്ങനെയുള്ള ജീവികളൊക്കെ നമ്മൾ കാർട്ടൂണിലൊക്കെ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ മനസ്സിലായത്? ഫോസിൽസിൽ നിന്നാണ് മനസ്സിലായത്. നമ്മുടെ ഭൂമിയിൽ ദിനോസേഴ്സ് ഉണ്ടായിരുന്നു, അതുപോലെ മാമത്തുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന ഫോസിൽസ് വഴിയിട്ടാണ് അറിഞ്ഞത്. അപ്പോൾ ഫോസിൽസിന്റെ ആ തെളിവിൽ നിന്ന് കിട്ടിയത് എന്താണ്, പണ്ട് എന്താണ് ഒരുപാട് നിരവധി ജീവികൾ ജീവിച്ചിരുന്നു എന്നുള്ളത്, അത് പിന്നീട് വംശനാശം സംഭവിച്ച് ഭൂമിയിൽ ഇല്ലാതായതാണെന്നും നമുക്ക് ഫോസിലിൽ നിന്ന് മനസ്സിലായി. എക്സാമ്പിൾ പഠിച്ചു നോക്കാം. ദിനോസർ, കണ്ടോ, ദിനോസേഴ്സ്. ഓക്കെ, ഇതാണ് മാമത്തുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ഏകദേശം ഒരു ആനയുടെയൊക്കെ പോലെ ഇരിക്കുന്ന ഒരു ഇതാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഫോസിൽ കൊണ്ട് ഉണ്ടായ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോസിൽസ് വിച്ച് ആർ കണക്ടിങ് ലിങ്ക്സ് റിവീൽ ദ എവല്യൂഷണറി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം. അതായത് ഈ പറയുന്ന ഫോസിലുകൾ വഴി ജീവിവർഗങ്ങൾ തമ്മിൽ ഒരു ബന്ധമിടെന്ന് തെളിയിക്കാൻ പറ്റി. പ്രത്യേകിച്ച് ഉദാഹരണമായിട്ട് പറയുന്ന ആർക്കിയോടെറിക്സ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് ആർക്കിയോടെറിക്സ് എന്ന് പറയുന്ന ആ ഒരു ജീവിയുടെ ഫോസിലാണ്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത്
ഉരകത്തിൽ നിന്നിട്ടാണ് പക്ഷി രൂപപ്പെട്ടതെന്നാണ്. ഉരകം എന്ന് പറഞ്ഞാൽ എന്താ, റെപ്റ്റൈൽസിൽ നിന്നിട്ടാണ് പക്ഷികൾ രൂപപ്പെട്ടതെന്നാണ് പറയുന്നത്. കാര്യം ഈ ആർക്കിയോടെറിക്സിന്റെ ആ ഒരു ഫോസിൽ കിട്ടുന്നത് ഇതാണ് കേട്ടോ, ആർക്കിയോടെറിക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫോസിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് ഈ പറയുന്ന പോലെ ഈ ഒരു ഭാഗമൊക്കെ വെച്ച് നോക്കുമ്പോൾ റെപ്റ്റൈൽസിന്റെ പോലെയാണ് തോന്നുന്നത്. പക്ഷെ എന്താ, ചിറകുണ്ട്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലായി എന്താണ് ഈ പറയുന്ന ഉരകങ്ങൾ റെപ്റ്റൈൽസിൽ നിന്നിട്ടാണ് പക്ഷികൾ രൂപപ്പെടുന്നത്. അതായത് ഇവ തമ്മിൽ, അതായത് ഉരകങ്ങളും പക്ഷികളും അല്ലെങ്കിൽ റെപ്റ്റൈൽസും ബേർഡ്സും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഈ പറയുന്ന ആർക്കിയോടെറിക്സ് എന്ന് പറയുന്ന ഫോസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇനി അടുത്ത കിട്ടിയത് കുതിരയുടെ ഫോസിലാണ് കേട്ടോ. കുതിരയുടെ ഫോസിൽ നിന്ന് മനസ്സിലായത് പണ്ടത്തെ കുതിരകളുടെ കാലുകൾക്ക് എന്താണ്, നീളം വളരെ കുറവായിരുന്നു, ചെറിയ കാലുകളായിരുന്നു. പിന്നീട് എന്താണ്, പരിണാമം സംഭവിച്ചിട്ടാണ് ഇന്ന് കാണുന്ന കുതിരയിലെ കാലുകളിലേക്ക് എത്തിയെന്നുള്ളത് കാര്യം നമുക്ക് മനസ്സിലായി. അപ്പൊ ഇതൊക്കെയാണ്, ഈ 3 എക്സാമ്പിളൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന ഫോസിൽസിന്റെ എവിഡൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഹ്യൂമൻ എവല്യൂഷൻ ആണ്. അതായത് നമ്മളിപ്പോൾ ഇത്രയും ഈ പറഞ്ഞ പോലെ എവല്യൂഷന്റെ തെളിവുകളെ കുറിച്ച് പറഞ്ഞു, പൊതുവായ പൂർവികനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്, സ്പീസീസിനെ കുറിച്ചിട്ടാണ്. അതുപോലെ എന്താണ്, മനുഷ്യനിലും എന്താണ് ഇവല്യൂഷൻ ഉണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്താനായിട്ട് എന്താണ്, ഒരുപാട് കാലം നീണ്ടു നിന്ന ഒരു പരിണാമം നടന്നിട്ടാണെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പൊ അതെന്താന്ന് നോക്കാം. മെയിൻ ആയിട്ട് വരുന്ന പ്രൈമേറ്റുകളാണ് കേട്ടോ. പ്രൈമേറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സസ്തനി വിഭാഗത്തിലെ അല്ലെങ്കിൽ ഈ പറയുന്ന മാമൽസിലെ കുരങ്ങന്മാരും അതുപോലെ തന്നെ ആൾക്കുരങ്ങന്മാരും മനുഷ്യരുടെയൊക്കെ പൊതുപൂർവികരെയാണ് പ്രൈമേറ്റുകൾ എന്ന് വിളിക്കുന്നത്. ആരൊക്കെയാണ്? മാമൽസ്. ഓക്കെ, മങ്കീസ് വരുന്നുണ്ട്, ഹ്യൂമൻസ് വരുന്നുണ്ട്, എയ്പ്സ്, അതായത് മാമൽസിൽ വരുന്ന സസ്തനി വിഭാഗത്തിൽ വരുന്ന കുരങ്ങന്മാരുടെയും ആൾക്കുരങ്ങന്മാരുടെയും മനുഷ്യരുടെയും പൊതുപൂർവികനെയാണ് നമ്മൾ പ്രൈമേറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഇവരുടെ സ്വഭാവ സവിശേഷത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു വിരലുകളുമായിട്ട് സന്ധിക്കാവുന്ന ടൈപ്പ് തള്ളവിരലാണ്. നിങ്ങൾ നോക്കിയേ, ഈ വിരലും ഇതും കൂട്ടിമുട്ടിക്കാൻ പറ്റും, ഇതും കൂട്ടിമുട്ടിക്കാൻ പറ്റും, ഇതും കൂട്ടിമുട്ടിക്കാൻ പറ്റും. ഇതെന്താണ്, ഈ പ്രൈമേറ്റുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ആദ്യത്തെ പ്രത്യേകത. രണ്ടാമത് ബൈനോക്കുലർ വിഷൻ, ദിനേത്ര ദർശനം എന്ന് പറയും. അതായത് നമുക്ക് 2 കണ്ണുകളാണ്, 2 കണ്ണുകളും 2 ഇമേജുകളാണ് കാണുന്നത്, പക്ഷെ നമ്മൾ ഒറ്റയായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതിനെയാണ് ബൈനോക്കുലർ വിഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബൈനോക്കുലർ വിഷൻ എന്താണ്, പ്രൈമേറ്റുകളുടെ മറ്റൊരു സ്വഭാവ സവിശേഷത. ഇനി ഫ്ലെക്സിബിൾ ഹാൻഡ്, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കൈയും കാലും ചലിപ്പിക്കാൻ പറ്റും, അതെന്താണ്, പ്രൈമേറ്റ്സുകളുടെ പ്രത്യേകതയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ ലാർജ് ബ്രെയിൻ ആണ്, കമ്പാരിറ്റീവ്ലി ആയിട്ട് ബോഡി സൈസ് വെച്ച് നോക്കുമ്പോൾ ലാർജ് ബ്രെയിൻ ആണ്. ഇതൊക്കെയാണ് പ്രൈമേറ്റുകളുടെ പ്രത്യേകതയായിട്ട് വരുന്നത്. ഇനി പ്രൈമേറ്റുകളെ നമ്മൾ ആന്ത്രോപോയിഡിയ എന്നാണ് വിളിക്കുന്നത്. ഇതിനെ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മക്കളെ നോട്ട് ചെയ്ത് വെച്ചോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സെർക്കോപിത്തക്കോഡിയും ഹോമിനോയിഡിയും. സെർക്കോപിത്തക്കോഡിയിൽ ആകെ ഒരേ ഒരാളെ വരുന്നുള്ളൂ, അത് മങ്കിയാണ്. ഇനി നമ്മുടെ ഹോമിനോയിഡിയിൽ വരുന്ന ആൾക്കാരാണ് ഗിബൺ, ഒറങ്ങൂട്ടാൻ, ഗൊറില്ല, ചിമ്പാൻസി, ഹ്യൂമൻസി. എത്ര പേരുണ്ട് അതിനകത്ത്? 5 പേരുണ്ട്. ഓക്കെ, സെർക്കോപിത്തക്കോഡിയിൽ ആരാണ്? ഒരേ ഒരാളുള്ളൂ, അത് മങ്കിയാണ്. ഹോമിനോയിഡിയിലാണെങ്കിലോ ഗിബൺ വരുന്നുണ്ട്, ഒറങ്ങൂട്ടാൻ വരുന്നുണ്ട്, ഗൊറില്ല വരുന്നുണ്ട്, ചിമ്പാൻസി വരുന്നുണ്ട്, ഹ്യൂമൻ വരുന്നുണ്ട്. ഇത്രയും പേരാ വരുന്നത്. ഇനി സെർക്കോപിത്തക്കോഡിയുടെ ആ ഒരു ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ സൈസ്ഡ് ബ്രെയിൻ ആണ്. നമ്മുടെ മങ്കിക്ക് എന്താണ്, കുഞ്ഞു ബ്രെയിനാണ് ഉള്ളത്. അത് മാത്രമല്ല, ഹാവിങ് ടെയില്, അവർക്ക് എന്താണ്, വാലുകളുണ്ട്. അതാണ് സെർക്കോപിത്തക്കോയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഹോമിനോയിഡിയുടെ ആണെങ്കിലോ അവർക്ക് ബിഗ് സൈസ്ഡ് ബ്രെയിൻ ആണ്. കാരണം നമ്മുടെയൊക്കെ എന്താ, നല്ല ബുദ്ധിയുള്ള ബ്രെയിൻ ആണ് അല്ലേ, വലിയ ബിഗ് സൈസ്ഡ് ആയിരിക്കുന്ന ബ്രെയിൻ ആണ്. വിത്തൗട്ട് ടെയിൽ, നമുക്ക് വാലുകൾ ഉണ്ടാടാ ഇല്ല. അപ്പൊ എന്താണ്, വിത്തൗട്ട് ടെയിൽ ആണ്. മക്കളെ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, സെർക്കോപിത്തക്കോയുടെയും ഹോമിനോയിഡിയുടെയും ഡിഫറൻസ് കേട്ടോ. അതായത് സെർക്കോപിത്തക്കോഡിക്ക് ചെറിയ മസ്തിഷ്കമാണോ ഉള്ളത്, അതുപോലെ വാലുണ്ട്. ഇനി ഹോമിനോയിഡിയിലാണെങ്കിൽ വലിയ മസ്തിഷ്കവും വാലില്ലാത്തവരുമാണ്. അപ്പൊ ഇതിനകത്ത് ആരൊക്കെ പെടുന്നു? സെർക്കോപിത്തക്കോഡിയിൽ ആകെ ഒരേ ഒരാൾ വരുള്ളൂ, അത് മങ്കി മാത്രമാണ്, കുരങ്ങ് മാത്രമാണ്. ഇനി ഹോമിനോയിഡിയിൽ വരുന്ന ആരൊക്കെയാണ്? ഗിബൺ വരുന്നുണ്ട്, ഒറങ്ങൂട്ടാൻ വരുന്നുണ്ട്, ഗൊറില്ല വരുന്നുണ്ട്, ചിമ്പാൻസി വരുന്നുണ്ട്, ഹ്യൂമൻസ് വരുന്നുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ, സാധാരണയായിട്ട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി ഹ്യൂമൻ എവല്യൂഷൻ പറയുന്നതാണ്, നമ്മുടെ മനുഷ്യൻ എങ്ങനെയൊക്കെയാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തി. അതിന് നമ്മളൊരു 6 സ്റ്റേജസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വരുന്നത് സഹേലോ ആന്ത്രോപ്പസ് ചാൻഡൻസിസ്, ആസ്ട്രലോപിത്തക്കസ്, അതുപോലെ ഹോമോ ഹെബിലിസ്, ഹോമോ ഇറക്റ്റ്, ഹോമോ നിയാണ്ടർതാലൻസ്, ഹോമോ സാപ്പിയൻസ്. ഇങ്ങനെയാണ് നമ്മൾ കാണുന്ന ഹോമോ സാപ്പിയൻസ് എന്ന് വെച്ചാൽ നമ്മളാണ് കേട്ടോ, നമ്മളിലേക്ക് എത്തിയിരിക്കുന്ന ആ ഒരു എവല്യൂഷൻ ഘട്ടം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും ഓർഡർ അനുസരിച്ച് തന്നെ പഠിക്കുക. കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും, വായിക്കുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നും, പക്ഷേ നിങ്ങൾ എന്തായാലും ഇത് പഠിച്ചിരിക്കണം. ഇതിൽ നിന്ന് ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ മക്കളെ, ഇതിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് എഴുതാനായിരിക്കും. അപ്പൊ ഒന്ന് പറഞ്ഞു തന്നപ്പം, സഹേലോ ആന്ത്രോപ്പസ് ചാൻഡൻസിസ്, ആസ്ട്രലോപിത്തക്കസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റ്, ഹോമോ നിയാണ്ടർതാലൻസിസ്, ഹോമോ സാപ്പിയൻസ്. ഇങ്ങനെയാണ് മനുഷ്യ പരിണാമത്തിന്റെ ഘട്ടങ്ങൾ പോകുന്നത്. ഇതെന്തായാലും ഓർഡർ
ചെയ്യാനായിട്ട്, ഓർഡർ കറക്റ്റ് ആക്കി എഴുതാനായിട്ട് ഉണ്ടാവും ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നിലേക്ക് പോകാം. സഹേലോആന്ത്രോപസ് സ്റ്റാൻഡൻസീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഹ്യൂമൻ എവല്യൂഷന്റെ എന്താണ്, ഫസ്റ്റ് ലിങ്ക് ആണ്. അതായത് ആദ്യ കണ്ണിയാണ് എന്ത്, സഹേലോആന്ത്രോപസ് സ്റ്റാൻഡൻസീസ്. നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഈ ഫിഗറും കൂടി പഠിക്കുക. ചിലപ്പോൾ ഫിഗർ തന്നിട്ടായിരിക്കും ചോദിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്താണ് നമ്മുടെ ഫസ്റ്റ് ലിങ്ക് ഇൻ ദ ഹ്യൂമൻ എവല്യൂഷണറി സീരീസ്, മനുഷ്യ പരിണാമത്തിലെ പാരമ്പര്യത്തിലെ ആദ്യ കണ്ണിയാണ് സഹേലോആന്ത്രോപസ് സ്റ്റാൻഡൻസീസ് എന്ന് പറയുന്നത്. ഇനി ഇവരുടെ ഫോസിൽ കിട്ടിയത് എവിടെ നിന്നാണ്, ആഫ്രിക്കയിൽ നിന്നിട്ടാണ് ഫോസിൽ കിട്ടിയത്. ഇവരുടെ മസ്തിഷ്കത്തിന് അല്ലെങ്കിൽ ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 350 cm³ ആണ് കേട്ടോ, 350 cm³. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിനകത്ത് എന്താ ഉള്ളത്, ഒന്ന് ഫസ്റ്റ് ലിങ്ക് ആണ്, രണ്ടാമത്തെ എന്താണ് ഇവരുടെ ഫോസിൽ കിട്ടിയത് എവിടെ നിന്നാണ്, ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയത്. മൂന്നാമത്തെ ക്രാനിയൽ കപ്പാസിറ്റി 350 cm³ ആണ്. ഈ പിക്ചർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അടുത്തതാണ് ആസ്ട്രലോപിത്തക്കസ്. ഇവരുടെ ഫോസിൽ എവിടെ നിന്നിട്ടാണ്, ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത് കേട്ടോ. ഇവരുടെ കിട്ടിയത് ഈ നമ്മുടെ ആഫ്രിക്കയിലെ ചാഡ്, ഓക്കെ, ചാഡിൽ നിന്നിട്ടാണ് ഇവരുടെ ഫോസിൽ കിട്ടിയത്. അതുകൊണ്ടാണ് സഹേലോആന്ത്രോപസ് സ്റ്റാൻഡൻസീസ് എന്നുള്ളതും കൂടി വന്നത് കേട്ടോ. അപ്പൊ രണ്ടാമത് ആസ്ട്രലോപിത്തക്കസ്, ഇവരുടെയും എന്ത് ഇവിടെ തന്നെയാണ്, ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. ഇവരുടെ ആ ഒരു ഫോസിൽ കിട്ടിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവര് ഇരുകാലുകളുടെ നടത്തം സ്ഥിരീകരിച്ചു. അതായത് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരായിരുന്നു, നിവർന്നായിട്ടില്ല, പക്ഷെ എന്താണ്, ഒരു കാലുകൾ ഉപയോഗിച്ച് നടന്നിരുന്ന ആൾക്കാരാണെന്നുള്ളത് മനസ്സിലായി. ഇവരുടെ ക്രാനിയൽ കപ്പാസിറ്റി എത്ര, 450 cm³ ആണ്. എത്രയാണ്, 450. മറ്റേത് ഏതാണ്, 350 ആയിരുന്നു ആദ്യത്തേത്. ഓക്കെ, രണ്ടാമത്തേതാണ് 450 cm³ ആണ്. ഇനി മൂന്നാമത്താണ് ഹോമോ ഹബിലിസ്. ഇവരുടെ ഫോസിൽ എവിടെ നിന്നാണ്, ആഫ്രിക്കയിൽ നിന്ന് തന്നെയാണ് കിട്ടിയത്. ഇവർക്ക് എന്താണ്, വലിയ തലയോടാണ് ഉണ്ടായിരുന്നത്. കണ്ടോ, വലിയ തലയോടാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവരെന്താണ്, കൈകാലുകൾ ഉപയോഗിച്ചിട്ട് ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ആൾക്കാരായിരുന്നു. പിന്നെ ഇവരെന്താണ്, ചെറിയ കൂട്ടമൊക്കെ ആയിട്ട് ജീവിക്കാനൊക്കെ തുടങ്ങി. അവള് വേട്ടയാടാനായിട്ട് ആരംഭിച്ചിരുന്നു. ഇവരുടെ ക്രാനിയൽ കപ്പാസിറ്റി എത്രയാണ്, 600 cm³ ആണ്. ആദ്യം എത്രയായിരുന്നു, 350 ആയിരുന്നു. രണ്ടാമത് എത്രയായിരുന്നു, 450. ഇപ്പൊ എത്രയായി, 600 ആയി ക്രാനിയൽ കപ്പാസിറ്റി. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക. അതായത് പിക്ചർ, അതായത് ഫോട്ടോ നോട്ട് ചെയ്ത് വെക്കുക. ഫോട്ടോ തന്നിട്ടായിരിക്കും ചോദിക്കുന്നത്. ഇവരുടെയും ഫോസിൽ ആഫ്രിക്കയിൽ നിന്നായിരുന്നു. ഇനി അടുത്തതാണ് ഹോമോ ഇറക്ടസ്. ഇവരുടെയും എന്താണ്, ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഒപ്പം ഇവിടെ നിന്നാണ് നമ്മുടെ ഏഷ്യയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, യൂറോപ്പിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. 3 സ്ഥലങ്ങളിൽ നിന്നിട്ടാണ് ഇവരുടെ ഫോസിൽസ് കിട്ടിയത്. ഇവരെന്താണ്, ഇരു കാലുകളിൽ നിവർന്ന് നടക്കാൻ കഴിവുള്ളയായിരുന്നു. അതുപോലെ ഇവരുടെ നെറ്റിത്തടം, അതായത് ഇവരുടെ ആ ഒരു ഫോർഹെഡ് എന്താണ്, ലാർജ് ആയിരുന്നു. ഓക്കെ, അവരുടെ നെറ്റിത്തോടെ എന്താണ്, ഭയങ്കര ഫോർഹെഡ് ലാർജ് ആയിരുന്നു. ഇവര് മിശ്രബുക്കുകൾ, ഒംനിവോറസ് ആയിരുന്നു. ഇനി യൂസർ എക്സലന്റ് സ്റ്റോൺസ് വെപ്പൺ ഫോർ ദ ഹണ്ടിങ്, അതായത് നല്ല മികവ് കൂടിയ കല്ലായുധങ്ങളാണ് വേട്ടയാടുന്നതിനായിട്ട് ഇവർ ഉപയോഗിച്ചിരുന്നത്. ഇനി ഇവരുടെ ക്രാനിയൽ കപ്പാസിറ്റി എത്രയാണ്, 900 cm³. മറ്റേത് എത്രയായിരുന്നു, 600 ആയിരുന്നു. ഇവിടെ എത്തിയപ്പോൾ 900 എത്തിയിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഹോമോ നിയാണ്ടർതാലൻസിസ്. ഹോമോ നിയാണ്ടർതാലൻസിസ് എന്ന് വെച്ചാൽ കണ്ടംപററി ഓഫ് മോഡേൺ മാൻ, അതായത് ആധുനിക മനുഷ്യന്റെ സമകാലികനാണ്. നമുക്ക് തൊട്ട് മുമ്പിലുള്ള ആളാണ് ഹോമോ നിയാണ്ടർതാലൻസിസ് എന്ന് പറയുന്നത്. ഇവരുടെ ഫോസിൽ കിട്ടിയത് ജർമ്മനിയിൽ നിന്നാണ് കേട്ടോ, ജർമ്മനിയിൽ നിന്നാണ് കിട്ടിയത്. ഇവർക്ക് എന്താണ്, ഇവർക്കും ചെറുതും ചരിഞ്ഞതുമായിട്ടുള്ള, ഈ ഫോട്ടോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ചെറുതും ചരിഞ്ഞതുമായിട്ടുള്ള ഫോർഹെഡ് ആണ് ഉണ്ടായിരുന്നത്. പക്ഷെ നല്ല കട്ടി കൂടിയിട്ടുള്ള പിരികങ്ങളായിരുന്നു, തിക്ക് ഐബ്രോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇവരുടെ ആ ഫോസിൽസിൽ നിന്നൊക്കെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ ശവശരീരങ്ങളൊക്കെ മറവ് ചെയ്യാനായിട്ട് ഇവർ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവരുടെ ക്രാനിയൽ കപ്പാസിറ്റി 1450 ആണ്. നോട്ട് ചെയ്ത് വെക്കുക, ഇവരുടെയാണ് ഏറ്റവും കൂടുതൽ ക്രാനിയൽ കപ്പാസിറ്റി ഉള്ളത്. ഓക്കെ, 1450. ആദ്യം എത്രയായിരുന്നു, 350, 450, 600, 900, 1450. ഇനി ലാസ്റ്റ് നമ്മളിലേക്ക് എത്തി കേട്ടോ. ഈ ഒരു പിക്ചർ കണ്ടോ, നമ്മളാണ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത്. മോഡേൺ മാൻ ആണ്. സാധാരണ വൺ വേർഡ് മോഡേൺ മാൻ്റെ പേരെന്താ, ഹോമോസാപ്പിയൻസ്. കണ്ടംപററി ഓഫ് മോഡേൺ മാൻ ഏതാണ്, ഹോമോ നിയാണ്ടർതാലൻസിസ്. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, അപ്പൊ ഇവരെന്ന് വെച്ചാൽ സാങ്കേതിക വിദ്യകളും കൃഷി രീതികളും എല്ലാം എന്താണ്, അക്യൂർഡ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ദേ അക്യൂർഡ് ടെക്നോളജീസ് ആൻഡ് അഗ്രികൾച്ചർ മെത്തേഡ്സ്. അതുപോലെ മൃഗങ്ങളെ വരെ ഇണക്കി വളർത്താനും അതുപോലെ തന്നെ നഗരങ്ങൾ, ബിൽറ്റ് സിറ്റീസും സൃഷ്ടിക്കാനായിട്ട് ഇവർ തുടങ്ങിയിരുന്നു. അതുപോലെ സാംസ്കാരികമായിട്ട് ഏറ്റവും പരിണാമം സംഭവിച്ച വിഭാഗമാണ്. ഇവരുടെ ക്രാനിയൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1350 ആണ്. ഓക്കെ, ഹോമോ നിയാണ്ടർതാലൻസിന്റെ എത്രയായിരുന്നു, 1450 ആയിരുന്നു. ഇവരുടെ എന്താണ്, കുറഞ്ഞു, 1350 എത്തിയിരുന്നു. ഓക്കെ, ഇതാണ് ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത്. ഇത് ഓക്കെ അല്ലേടാ? അപ്പൊ ഇതാണ് ഹ്യൂമൻ എവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം കൂടി പറയാം, അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ, മനുഷ്യ പരിണാമ ഘട്ടങ്ങൾ, അതിൽ ഫസ്റ്റ് വരുന്നത് സഹേലോആന്ത്രോപസ് സ്റ്റാൻഡൻസീസ് ആണ്. ആസ്ട്രലോപിത്തക്കസ് ഉണ്ട്, ഹോമോ ഹെബിലിസ് ഉണ്ട്, ഹോമോ ഇറക്ടസ് ഉണ്ട്, ഹോമോ നിയാണ്ടർതാലൻസിസ് ഉണ്ട്, ഹോമോ സാപ്പിയൻസ് ഉണ്ട്. ആദ്യത്തെ 3 പേരുടെയും എന്താണ്, ആഫ്രിക്കയിൽ നിന്നാണ് കിട്ടിയത്. ഇവരുടെ എന്താണ്, ആഫ്രിക്കയുണ്ട്, അതുപോലെ തന്നെ യൂറോപ്പ്, ഏഷ്യ സ്ഥലങ്ങളാണ് ഹോമോ ഇറക്ടസിന് കിട്ടിയത്. ഹോമോ നിയാണ്ടർതാലൻസിന്റെ ജർമ്മനിയിൽ നിന്നാണ് കിട്ടിയത്. അപ്പൊ നിങ്ങൾ അങ്ങനെ എളുപ്പ വഴിക്ക് പഠിക്കുക കേട്ടോ. ഹോമോ സാപ്പിയൻസ് നമ്മളാണ്. ഓക്കെ, അപ്പൊ ക്രാനിയൽ കപ്പാസിറ്റി ആദ്യത്തെ 350 ആയിരുന്നു, രണ്ടാമത്തത് 450 ആയിരുന്നു, മൂന്നാമത്തെ ആളുടെ 600 cm³ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹോമോ ഇറക്ടസിന് 900 cm³ ആയി. നിയാണ്ടർതാലൻസിന് ഏറ്റവും കൂടുതൽ 1450
50 cm³ ആയിരുന്നു. നമ്മുടെ ഹോമോസാപ്പിയൻസ് വന്നപ്പോൾ 1350 ഇതാണ് ഹ്യൂമൻ എവല്യൂഷന്റെ ആ ഒരു ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മക്കളെ, ഞാൻ ഈ എവല്യൂഷൻ വരെയാണ് ഇന്ന് എടുക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് മിസ് എന്തായാലും വരും. അപ്പോൾ ഇത് ഈ സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് അത്യാവശ്യം ലെങ്തി ചാപ്റ്റർ ആണ്, പക്ഷെ വലിയ ചാപ്റ്റർ ആണെന്ന് എഴുതി പഠിക്കാതെ ഒന്നും ഇരിക്കരുത്. കാരണം എന്താണ്, എല്ലാത്തിനും അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. എല്ലാത്തിനും ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പകുതി ഒരു സെക്ഷൻ ആക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ഇതിന്റെ ബാക്കിയായി കാണും വരെ ടാറ്റാ ബൈ, സീ യു.